പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ MK വിനോദ്. രോഹിണി, നിരവധി വാർത്തകളുണ്ട്, കഥയൊക്കെ പിന്നെ പറയാം. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ വാർത്തകൾ കൊടുക്കാൻ നേരമില്ലാതെ വരും. അതുകൊണ്ട് നമുക്ക് പ്രധാന വാർത്തയിലേക്ക് പോകാം. തെലങ്കാന തുരങ്ക അപകടത്തിൽ രക്ഷാദൗത്യം രണ്ടാം ദിനം. കുടുങ്ങിയത് 8 തൊഴിലാളികൾ. രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്ര സേനകളുടെ സഹായം ഉറപ്പു നൽകി പ്രധാനമന്ത്രി. മഹാകുംഭമേള നടക്കുന്ന ഗംഗയിലെയും യമുനയിലെയും ജലം മലിനമാണെന്ന പ്രചാരണം പച്ചക്കള്ളം. വെള്ളത്തിലെ ബാക്ടീരിയയുടെയും മലിനീകരണത്തിന്റെയും തോത് സുരക്ഷിതം. പരിശോധനാ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡ്. വഖഫ് അധിനിവേശ വിരുദ്ധ സമരം ശക്തമാക്കാൻ ഒരുങ്ങി മുനമ്പം സമരസമിതി. അടുത്ത മാസം മുതൽ ദിവസങ്ങൾ നീളുന്ന വിവിധ പ്രക്ഷോഭ പരിപാടികൾ. മാർച്ച് 16-ന് കടലിൽ നിരാഹാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം. അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് വത്തിക്കാൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പൂർണ്ണം. ബംഗ്ലാദേശ് സൈനിക കലാപത്തിലേക്ക്. സൈന്യത്തിലെ പാക് വിരുദ്ധർക്കെതിരെ യൂനുസ് സർക്കാർ. നടപടി ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം സൈന്യവും പോലീസും അട്ടിമറിച്ചതിനു പിന്നാലെ. മുതൽ തടവിലാക്കിയ എല്ലാ ബന്ദികളുടെയും മോചനം ഉടനെന്ന് ഇസ്രായേൽ. ഗാസയിലെ വിവിധയിടങ്ങളിൽ ഹമാസിന്റെ തടവിൽ കഴിയുന്നത് 63 പേർ. അന്തിമ തീരുമാനമെടുക്കാൻ യോഗം ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ആവേശപ്പോര്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം ഉച്ചയ്ക്ക്. നമുക്ക് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് തന്നെ എത്താം. ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാകുംഭമേള നടക്കുന്ന ഗംഗയിലെയും യമുനയിലെയും ജലം മലിനമാണ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം. ജലം സ്നാനത്തിന് അനുയോജ്യമല്ലെന്ന തരത്തിലായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത്. വെള്ളത്തിലെ ബാക്ടീരിയയുടെയും മലിനീകരണത്തിന്റെയും പരിശോധനാ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ വ്യാജ പ്രചാരണത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വതി സതീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, മഹാകുംഭമേള നടക്കുന്ന ഗംഗയിലെയും യമുനയിലെയും ജലത്തിന്റെ മലിനീകരണം വലിയ തോതിൽ എന്നുള്ള രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നിയന്ത്രണ വിധേയമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. എന്താണ് അശ്വതിക്ക് എന്താണ് ഇതുമായി കൂട്ടിച്ചേർക്കാനുള്ളത്? അതെ രോഹിണി, വ്യാജ പ്രചരണങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയിരിക്കുന്നത്. ത്രിവേണി സംഗമത്തിലും വിവിധ ഘാട്ടുകളിലും പല ദിവസങ്ങളിലെ വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കൃത്യമായ കണക്കുകളാണ് കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ പുണ്യസ്നാനം നടത്തിയ ഫെബ്രുവരി 12-ന് ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം അനുവദനീയമായ അളവിലും താഴെ മാത്രമായിരുന്നു എന്നതാണ് പ്രധാനമായി പറയേണ്ട കാര്യം. സാധാരണഗതിയിൽ 100 മില്ലി വെള്ളത്തിൽ 2500 ബാക്ടീരിയയുടെ സാന്നിധ്യം വരെ ആകാം. എന്നാൽ അന്നേ ദിവസം 200-ൽ താഴെ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുംഭമേള തുടങ്ങിയ ജനുവരി 13 മുതൽ ഫെബ്രുവരി 17 വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഘടകങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഓക്സിജന്റെ അളവ്, അതുപോലെ തന്നെ സ്നാനത്തിന് അനുയോജ്യമാണോ, pH, അങ്ങനെ തുടങ്ങിയ ഒരു 6ഓളം കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഓക്സിജന്റെ അളവ് 8.5 മില്ലി/ലിറ്റർ ആണ്. അതായത് ജലസസ്യങ്ങൾക്കും ജലജീവികൾക്കും സുരക്ഷിതമാണ്. അവരുടെ ജീവന് ബാധിക്കുന്ന തരത്തിൽ യാതൊന്നും വെള്ളത്തിലില്ല. അതുപോലെ തന്നെ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD സ്നാനത്തിന് അനുയോജ്യമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്.
സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് ഇത്രയും സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമായി പറയാം. നമാമി ഗംഗ സ്വച്ഛ് ഭാരത് പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് ഇതിന് സഹായകമായത്. മഹാകുംഭമേളയുടെ സുരക്ഷിതമായ നടത്തിപ്പിനായി യോഗി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. സെൻസറുകളും ഓൺലൈൻ മോണിറ്ററിംഗ് സംവിധാനങ്ങളുമാണ് വിവിധ ഹട്ടുകളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇത്രയും സുരക്ഷിതമായി കാര്യക്ഷമമായി കാര്യങ്ങൾ നടത്തുമ്പോഴാണ് രാഷ്ട്രീയ ലാഭം മുതലെടുത്തുകൊണ്ട് ചില കക്ഷികളും ബംഗാൾ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. ഇതിനുള്ള തക്ക മറുപടി നൽകിയിരിക്കുകയാണ് കണക്കുകളിലൂടെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. അതേപോലെ തന്നെ അശ്വതി സതീഷ്, നമുക്കറിയാം കോടിക്കണക്കിന് ഭക്തരാണ് മഹാകുംഭമേളയിലേക്ക് എത്തുന്നത്. ത്രിവേണി സ്നാനം തന്നെയാണ് ഈ മഹാകുംഭമേളയിലെ ഏറ്റവും പുണ്യകർമ്മം അല്ലെങ്കിൽ പുണ്യസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ കോടിക്കണക്കിന് ഭക്തർ അവിടെ എത്തുന്നു. അപ്പോൾ കൃത്യമായി അവർ ഈ ജലം മലിനപ്പെടുത്താതെ തന്നെ ഈ പുണ്യകർമ്മം നടത്തി പോകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയല്ലേ. ഇത്രയും ആളുകൾ എത്തുമ്പോൾ സ്വാഭാവികമായും നദിയും നദിയുടെ പരിസരങ്ങളും ഒക്കെ മലിനമാകും എന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ത്രിവേണി സംഗമത്തിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. അല്ല എങ്കിൽ അങ്ങനെ മലിനപ്പെടുത്താനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് കൃത്യമായി നിയന്ത്രിക്കാനും അത് കൃത്യമായി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ നേരത്തെ അശ്വതി പറഞ്ഞ പോലെ നമാമി ഗംഗ പോലെയുള്ള വൻ പദ്ധതികൾ, അതിന് നമ്മൾക്കറിയാം കേരളത്തിൽ നിന്നുള്ള മാതാ അമൃതാനന്ദമയി മഠം അടക്കം അതിന് സാമ്പത്തിക സഹായം നൽകിയതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പദ്ധതി. അപ്പോൾ ആ പദ്ധതി വിജയകരമായി തുടരുന്നു എന്നതിൻ്റെ ഒരു പ്രകടമായ ശാസ്ത്രീയമായ തെളിവ് കൂടിയല്ല ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അശ്വതി സതീഷ്. തീർച്ചയായും വിനോദ്, കൃത്യമായി പറയാൻ നമാമി ഗംഗയും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് ശുചീകരണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതുപോലെ തന്നെ ഇത്രയേറെ കോടിക്കണക്കിന് 40 കോടിയിലേറെ ഭക്തരാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അവിടെ ഓരോ ഘട്ടുകളിലും സെൻസറുകളും ഓൺലൈൻ മോണിറ്ററിംഗ് സംവിധാനവുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മലിനീകരണത്തിന് തോത് കുറയ്ക്കാൻ സാധിച്ചു. ജൈവ മാലിന്യങ്ങൾ വിഘടിപ്പിക്കാനായി ജിയോ ട്യൂബ് ഫിൽട്രേഷൻ, ബയോമീഡിയേഷൻ തുടങ്ങിയ സംവിധാനങ്ങളാണ് അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ സ്നാനം നടക്കുന്നത്. രാസമലിനീകരണം 30% രാസമലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മാലിന്യം ഒഴുകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി 10,000-ലേറെ ശുചീകരണ തൊഴിലാളികളാണ് സ്നാനഘട്ടുകളിൽ പ്രവർത്തനം നടത്തുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. നമാമി ഗംഗ അടക്കമുള്ള പദ്ധതികൾ വളരെ വിജയകരമാണ് എന്നുള്ളതാണ്. ഈ അശ്വതി പറയുന്നത് പോലെ നമ്മൾക്കറിയാം കോടിക്കണക്കിന് ഭക്തരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നമ്മളെപ്പോഴും ഈ മലയാളികൾ താരതമ്യം ചെയ്യുന്നത് ഈ ശബരിമലയെയും ഈ മഹാകുംഭമേളയുമാണ് താരതമ്യം ചെയ്യുന്നത്. പക്ഷേ രണ്ട് തരത്തിലാണ്. 20 കോടിയോളം ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥ സ്നാനഘട്ടം എന്നുള്ള നിലയിൽ, പക്ഷേ 3.5 കോടി മാത്രമുള്ള ഈ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തുന്നു, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെത്തുന്നു. പക്ഷെ പമ്പയുടെ അവസ്ഥ എന്താണ്? നമുക്കറിയാം, പമ്പ നദി വളരെ ശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. അത് നോക്കുമ്പോഴാണ് ഈ ത്രിവേണി സംഗമത്തിൽ മാലിന്യമില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൻ്റെ മലിനീകരണ തോത് വളരെയധികം താഴെയാണ്. അതുമാത്രമല്ല വിനോദ്, ഈ വ്യാജ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ എങ്ങനെയാണ് ഇത് ശുചീകരിക്കുന്നത് നടക്കമുള്ള റിപ്പോർട്ടുകളുടെ ഒരു വിശദ വിവരങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വന്നതാണ്. അതൊന്നും ആരും സൃഷ്ടിച്ചതല്ല, കൃത്യമായ അവലോകനങ്ങൾ തന്നെയാണ് വന്നത്. മണിക്കൂറുകൾ ഇടവിട്ട് ക്ലോറിനൈസേഷൻ നടത്തുന്നു, മോണിറ്ററിംഗ് നടത്തുന്നു, സംവിധാനങ്ങൾ ഈ മറ്റ് പൂജാ വസ്തുക്കളൊക്കെ ജലത്തിൽ പടരുന്നത് ക്ലീൻ ചെയ്യുന്നതിന് ഉതകുന്ന സംവിധാനങ്ങൾ, ഇങ്ങനെ വളരെ വിപുലമായ രീതിയിലാണ് അവിടെ സംവിധാനങ്ങൾ വൃത്തിയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ മറ്റ് പ്രചാരണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ എല്ലാം വ്യക്തവും വൃത്തിയുമായി തന്നെയാണ് നടക്കുന്നത്. അതെ, പുണ്യഗംഗയായി തന്നെ, പുണ്യ യമുനയായി തന്നെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ത്രിവേണി സംഗമത്തിൽ എല്ലാവിധ സംരക്ഷണവും നദികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ശാസ്ത്രീയമായ പരിശോധനാ ഫലം കൂടിയാണ് ഇതോടെ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വതി സതീഷ്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോയാൽ, നഗരപരിധിയിലെ മാവോവാദി പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തണം. പോലീസിൻ്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് ഈ നിർദ്ദേശം. ചില നഗരങ്ങളിൽ ഗുണ്ടാ മാഫിയ ശക്തിപ്പെടുന്നു. ഇത്തരം പ്രശ്നങ്ങളിൽ ജാഗ്രതയോടുകൂടി ഇടപെടണമെന്നും ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, നമ്മൾ ഇന്നലെ രാത്രിയിൽ ബ്രേക്ക് ചെയ്ത വാർത്തയാണിത്.
ഇന്നലെ ആയിരുന്നു പോലീസിൻ്റെ ഉന്നതതല യോഗം ചേർന്നത്. അവിടെയാണ് DGP വളരെ വ്യക്തമായൊരു കാര്യം പറഞ്ഞത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇത്തരത്തിലുള്ള മാവോവാദികളുടെ ശക്തി കേന്ദ്രങ്ങളായി മാറുന്നു. അവിടെ ജാഗ്രത പുലർത്തണം. അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഗുണ്ടാ മാഫിയകളുടെ വിളയാട്ടം ശക്തമാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള പോലീസിൻ്റെ റിപ്പോർട്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് അദ്ദേഹം കൃത്യമായി അവിടെ പോലീസിൻ്റെ ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കിയത് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഈ മാവോവാദികളുടെ സാന്നിധ്യം കേരളത്തിൽ ഭീഷണിയോട് തന്നെ നിലനിൽക്കുന്നു എന്നല്ലേ DGPയുടെ ഈ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത്? പ്രജിത് മോഹൻ. വിനോദ്, ഈ ഇടതു ഭീകര സംഘടനകൾ അവരുടെ പ്രവർത്തന കേന്ദ്രം കാടുകൾ വിട്ട് നാടുകളിലേക്ക്, അതായത് നഗര കേന്ദ്രീകൃതമാക്കി മാറ്റുന്നു എന്നുള്ള ഒരു കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് 2021 പുറത്തു വന്നതാണ്. ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളും അന്നേ പുറത്തു വന്നതാണ്. പക്ഷേ സംസ്ഥാനത്ത് ആ പ്രവർത്തനങ്ങളെ ഒന്നും അമർച്ച ചെയ്യാൻ കേരളത്തിലെ പോലീസിനോ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്കോ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫലപ്രദമായി ഇടപെടൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ DGPയുടെ തുറന്നു പറച്ചിൽ കൂടി എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇത്രയധികം ഇടത് ഭീകര പ്രവർത്തനം വ്യാപിക്കുന്നു എന്നുള്ളൊരു കാര്യം DGP സംസ്ഥാന പോലീസിന്റെ പ്രധാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാരടക്കം പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടൊരു അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യം കൂടി പരിഗണിച്ച് വേണം ഈ നിർദ്ദേശത്തെ നമ്മൾ കാണാൻ. കാരണം 2021 തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് വന്നിട്ടും നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ, അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് തന്നെ തുറന്നു സമ്മതിക്കുന്നത്. ഈ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ പല ജില്ലകളിലും അർബൻ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം വളരെ സജീവമാണ്. കാട്ടിനുള്ളിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് സംഘടനകൾക്ക് അല്ലെങ്കിൽ ഒളിച്ചു കഴിയുന്ന മാവോയിസ്റ്റ് നേതാക്കന്മാർക്ക് പിന്തുണയും അവർക്ക് വേണ്ട സഹായങ്ങളും ആശയപ്രചരണവും ഒക്കെയാണ് ഈ അർബൻ മാവോയിസ്റ്റുകളുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജോലിയായി കാണുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന ആളുകൾ ഇപ്പോൾ അതിൽ കഴിഞ്ഞ നഗര കേന്ദ്രീകൃതമായി തന്നെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ, ഇടത് ഭീകര പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിന് കാരണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വനത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ മാവോയിസ്റ്റ് നേതാക്കളിൽ ഭൂരിപക്ഷം ആളുകളും വധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് സേനകൾ പല സംസ്ഥാനങ്ങളിലും കർശനമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത്തരം നടപടികൾ കേരളത്തിൽ അത്ര പോരാ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കാട് വിട്ട് നാട് കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് സജീവമാവാൻ മാവോയിസ്റ്റുകൾ തീരുമാനമെടുക്കുന്നതും കൂടുതൽ അർബൻ മാവോയിസ്റ്റുകളുടെ തങ്ങളുടെ സ്വാധീന പരിധിയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നതും. അതിൽ കുറേയൊക്കെ അവർ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഒരു സാഹചര്യം എന്നുള്ളത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ DGPയുടെ ഈ നിർദ്ദേശം വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും DGP പറഞ്ഞിരിക്കുന്നത് ഈ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇടത് ഭീകര പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അർബൻ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം വ്യാപിക്കുന്നുണ്ട്. അതിൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സമാന ചിന്താഗതിക്കാർക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് കൂടിയാണ് DGPയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. അതുപോലെ ഈ മലപ്പുറം, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന വേണം, അല്ലെങ്കിൽ കൂടുതൽ ഇടപെടലുകൾ വേണം എന്നുള്ളൊരു നിർദ്ദേശവും DGP നൽകിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ മലപ്പുറം, പാലക്കാട് ജില്ലകളിലുള്ള സാമൂഹിക രാഷ്ട്രീയ സംഘടനകളിൽ പോലും മനുഷ്യാവകാശ സംഘടനകളിൽ പോലും വലിയ രീതിയിൽ അർബൻ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അതിനൊരു വ്യക്തത കൂടിയാണ് ഇപ്പോൾ DGP നൽകുന്നത് എന്നുള്ളതാണ്. ഒപ്പം ഈ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളുടെയൊക്കെ പിന്തുണ അർബൻ മാവോയിസ്റ്റുകൾക്ക് വ്യാപകമായി ലഭിക്കുന്നുണ്ട്. അത്തരം സംഘടനകളുടെ ഇടപെടലുകൾ കൂടിയാണ് ഇപ്പോൾ ഈ അർബൻ മാവോയിസ്റ്റുകൾക്കും ഇടത് ഭീകര സംഘടനകൾക്കും എല്ലാം ഇപ്പോൾ ഭാരതത്തിൽ ഫണ്ട് ലഭിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരം ഫ്രിഞ്ച് എലമെൻറ്റ്സ് കൂടുതലായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അവർ കേന്ദ്രീകരിച്ചിട്ടുള്ള മേഖലകളിലൊക്കെ കൂടുതൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളും സജീവമാക്കുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും നവമാധ്യമങ്ങളിലടക്കം പ്രചാരണത്തിന് മാവോയിസ്റ്റുകൾക്ക് കേരളത്തിൽ വലിയ രീതിയിൽ ആശയപ്രചരണം നടത്താൻ സാധിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. വിനോദ്, പ്രജിത്ത്, അതോടൊപ്പം നമുക്കറിയാം ഈ ഗുണ്ട മാഫിയ അതിക്രമങ്ങൾ കൂടി വർദ്ധിക്കുന്നു എന്നുള്ളത് DGP വ്യക്തമാക്കുമ്പോൾ ഒരുപക്ഷെ ആഭ്യന്തര സുരക്ഷാ കാര്യത്തിൽ വന്ന ഒരു വീഴ്ച തന്നെയല്ലേ ഇന്ന് കാരണമായത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തലസ്ഥാന നഗരത്തിലടക്കം ഗുണ്ടാ വിളയാട്ടം ഇങ്ങനെ നടക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയമാകുന്ന കാഴ്ച പലപ്പോഴും കാണാമായിരുന്നു. അതുകൊണ്ടല്ലേ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അതങ്ങനെ തന്നെയാണ് ഇവിടെ പറയേണ്ടത്. കാരണം ഈ സംസ്ഥാന പോലീസ്
ഇത്തരത്തിൽ ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കാലങ്ങൾ കുറേയായി. ഇതുവരെയും ഗുണ്ടാകളുടെ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാൻ സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു മറുചോദ്യം നമ്മൾ ചോദിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. കാരണം സംസ്ഥാന പോലീസ് മേധാവി തന്നെ പറയുന്നു, പല നഗരങ്ങളും കേന്ദ്രീകരിച്ച് ഈ രീതിയിൽ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ വളർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളത്. ഇവരെ അമർച്ച ചെയ്യാൻ വേണ്ടി കാപ്പ നിയമമടക്കമുള്ളവ ഫലപ്രദമായി ഉപയോഗിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾ മുൻകൈ എടുക്കണമെന്നും DGP അവലോകന യോഗത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കാപ്പ നിയമം പോലെ ശക്തമായൊരു നിയമം രാജ്യത്ത് നിലനിൽക്കെ കേരളത്തിൽ നിലനിൽക്കെ ആ വകുപ്പുകൾ ഉപയോഗിക്കാൻ, ആ നിയമങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാന പോലീസിന് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണമായ പരാജയം എന്ന് വേണമെങ്കിൽ പോലും വിമർശനം ഉയരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം വകുപ്പുകൾ ഉപയോഗിക്കണമെന്ന്, ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി വീണ്ടും ഒരു നിർദ്ദേശം നൽകിയാൽ മാത്രമേ ഇത്തരം നടപടികൾ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഈ ഗുണ്ടാ ആക്രമണങ്ങൾ സജീവമാകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. പലയിടത്തും അത്തരം അതിക്രമങ്ങൾ, സംഘം ചേർന്നുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷങ്ങൾക്കും ബർത്ത്ഡേ പാർട്ടികൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും അതിലൊക്കെ പോലീസുകാരടക്കം പങ്കെടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പല പോലീസുകാർക്കും ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നുള്ള തെളിവുകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന പോലീസിൽ തന്നെ ഒരു വിഭാഗം ഈ ഗുണ്ടാ സംഘങ്ങളുമായി വലിയ രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് കൂടുതൽ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഇത്തരം നിയമങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഒരു അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടാ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും പോലീസിൽ ഗുണ്ടകളെ സഹായിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു ആത്മപരിശോധന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആത്മപരിശോധന നടത്താൻ തന്നെ DGP തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം തന്നെ കൃത്യമായി ഈ യോഗത്തിൽ പറയുകയാണ്, ചില പോലീസുകാരൊക്കെ ഗുണ്ടകളെ സഹായിക്കുന്നവരാണ്. അതായത് ഈ ഗുണ്ടകളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെയാണ് ഗുണ്ടകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ വളർത്തുന്നത് തുടങ്ങിയ തരത്തിലുള്ള ഒരു പരാമർശം പോലും DGPയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. എന്തായാലും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യുകയാണെന്നുള്ള ഒരു ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കൂടുതൽ പ്രശ്നങ്ങളെ പറ്റി, പ്രത്യേകിച്ച് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഇന്ന് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ DGP വ്യക്തമാക്കിയിരുന്നു. പല സ്കൂളുകളും വിദ്യാലയങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ വളരെ രീതിയിൽ വളർന്നു വരുന്നു. ഇവരെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, ജാഗ്രത വളർത്തേണ്ടതുണ്ട്, ഒട്ടനവധി നിർദ്ദേശങ്ങളും കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിൽ DGP പങ്കുവച്ചിരുന്നു. അതെ, പ്രകാശൻ വേലിക്കുട്ടിയെ പോലുള്ള പ്രേക്ഷകരും പറയുന്നത് അത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇതിനോട് ചേർത്ത് വായിക്കണം, കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ലൈന് കുറുകെ ഈ ടെലിഫോൺ പോസ്റ്റ്, അതും ഈ മാവോയിസ്റ്റ് ബന്ധമുള്ളവരാണോ എന്നുള്ള അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പോകും, ഈ ട്രെയിനിനെ പോലും അട്ടിമറിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ കണ്ണൂരിൽ പോലീസ് പിടിച്ച പ്രതികളെ കൂട്ടം ചേർന്ന് CPM-കാർ തന്നെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു. അതൊക്കെ ഗുണ്ടായുസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം സ്ഥിരീകരിക്കുകയാണ് DGP. ഇന്നലത്തെ പോലീസിൻ്റെ ഉന്നതതല അവലോകന യോഗത്തിൽ ഇത്തരം പ്രവണതകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു, അതിന് ജാഗ്രത കൂടുതൽ വേണം എന്നുള്ള നിലയിലാണ് പോലീസിൻ്റെ ഉന്നതതല യോഗത്തിലെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. ബംഗ്ലാദേശ് സൈനിക കലാപത്തിലേക്ക് സൈന്യത്തിലെ പാക് വിരുദ്ധർക്കെതിരെ യുനസ് സർക്കാർ പ്രതികാര നടപടി ആരംഭിച്ചതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. ബംഗ്ലാദേശ് സൈന്യം നിലവിൽ പാക് ചാരസംഘടനയായ ISIയുടെ നിയന്ത്രണത്തിലാണെന്ന ആശങ്ക ഭാരതം മുൻപോട്ട് വെച്ചിരുന്നു. ബംഗ്ലാദേശിൽ അരങ്ങേറിയ ഹിന്ദു വിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം സൈന്യവും പോലീസും ചേർന്ന് അട്ടിമറിക്കുകയും ചെയ്തിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജിഷ്ണു, എന്താണ് വിവരങ്ങൾ? രോഹിണി, വിനോദ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ചൂണ്ടിക്കാട്ടിയതുപോലെ ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപത്തിന് പിറകെ സൈന്യത്തിനുള്ളിലും സൈനിക കലാപത്തിലേക്കും ബംഗ്ലാദേശ് നീങ്ങുന്നു എന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളുമാണ് ധാക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ മുഹമ്മദ് യൂനുസ് സർക്കാരിനെതിരെ, നിലവിൽ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഇടക്കാല സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം നിലവിൽ സൈന്യത്തിൻ്റെ തലവനായിട്ടുള്ള ജനറൽ വാക്കർ ഉസ് സമൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരണം എന്നുള്ളതാണ് സൈന്യത്തിൻ്റെ തലവൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ നിലവിൽ ബംഗ്ലാദേശ് സൈന്യത്തിലെ മറ്റ് ചില ഉദ്യോഗസ്ഥർ സൈന്യത്തിലെ തന്നെ ഈ ജനറലിനൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ബംഗ്ലാദേശ് സൈന്യം രണ്ട് ചേരിയായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഭരണതലത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുകയും അത് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈനിക കലാപത്തിലേക്ക് കൂടി, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനറലിനെ മാറ്റിക്കൊണ്ടൊരു കലാപത്തിലേക്ക് ബംഗ്ലാദേശിലെ സൈന്യവും കടക്കുന്നു
എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബംഗ്ലാദേശ് സൈന്യത്തിൽ പാക് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന, അതായത് പാകിസ്ഥാൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സൈനികർക്കെതിരെയെല്ലാം തന്നെയും ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനുസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം സൈനികർ ആവശ്യപ്പെടുന്നത്. ഒപ്പം നിലവിൽ സൈനിക മേധാവി ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശിൽ ഒരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കണം. നിലവിലൊരു സൈനിക ഭരണമോ അതല്ലെങ്കിൽ ഈ ഇടക്കാല സർക്കാരിൻ്റെ ഭരണമോ ശാശ്വതമാകില്ല. അതുകൊണ്ടൊരു പൂർണ്ണമായ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന ആവശ്യം നിലവിൽ സൈനിക മേധാവി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും ഇടക്കാല സർക്കാരിനെ എതിർക്കുന്ന നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഒരു ആഭ്യന്തര കലാപത്തിന് പുറകെ ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു സൈനിക കലാപത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. ഒപ്പം സൈന്യത്തിൽ പാക് ചാരസംഘടനയായിട്ടുള്ള ISIയുടെ വിഭാഗവും ഒപ്പം ബംഗ്ലാദേശ് പോലീസും ചേർന്നുകൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ബംഗ്ലാദേശിൽ അരങ്ങേറിയിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപം, അവിടെ മുൻപ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധമായിരുന്നു, വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധമായിരുന്നു. തീവ്ര ഇസ്ലാമിക സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുത്തുകൊണ്ട് നൂറുകണക്കിന് ആളുകളെ കൊല്ലപ്പെടുത്തുന്ന, നിരവധി ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുന്ന, തീ വയ്ക്കുന്ന വലിയ കലാപമായി മാറിയത്. ആ കലാപത്തിൻ്റെ അന്വേഷണം പൂർണ്ണമായും അട്ടിമറിക്കുകയാണ് സൈന്യവും ബംഗ്ലാദേശ് പോലീസും ചേർന്നുകൊണ്ട് നടത്തിയത്. ഈ കാലയളവിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങളിൽ 98% മതപരമല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ന്യൂനപക്ഷ വേട്ട നടന്നിട്ടില്ല എന്ന റിപ്പോർട്ടായിരുന്നു സൈന്യവും പോലീസും നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ മുതൽ ഷെയ്ഖ് ഹസീന സർക്കാർ കലാപം രൂക്ഷമായപ്പോൾ ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് പലായനം ചെയ്യുകയും അവിടെ അഴിഞ്ഞാടിയിട്ടുള്ള ഹിന്ദു, സിഖ്, പാഴ്സി തുടങ്ങിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നിട്ടില്ല എന്ന റിപ്പോർട്ടാണ് സൈന്യവും ബംഗ്ലാദേശ് പോലീസും നൽകിയത്. ആ വേളയിൽ തന്നെ നിലവിൽ പാകിസ്ഥാൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് പാക് ചാരസംഘടനയായിട്ടുള്ള ISI ആണ്, അല്ലെങ്കിൽ ISIയുടെ സ്വാധീനം ബംഗ്ലാദേശിൻ്റെ സൈനിക മേഖലയിൽ അല്ലെങ്കിൽ പോലീസിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന ആശങ്ക, അത്തരത്തിലൊരു ആരോപണം ഭാരതം മുൻപോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൻ്റെ വിമോചന ചരിത്രം, അതിൻ്റെ ആ സ്വാതന്ത്ര്യ ചരിത്രമെല്ലാം മറന്നുകൊണ്ട് അതിൽ ഭാരതത്തിന് യാതൊരു പങ്കുമില്ല തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ ബംഗ്ലാദേശിൻ്റെ സൈനിക മേധാവിമാരും ഒപ്പം നിലവിൽ ഭരണ നിർവഹണം കൈയാളുന്ന ആളുകളുമെല്ലാം തന്നെ നടത്തിയിരുന്നു. ഇത്തരം പ്രതികരണവും ഒപ്പം അവിടെ നടന്നിട്ടുള്ള ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ കലാപത്തിന് അന്വേഷണം അട്ടിമറിക്കുകയും ചെയ്ത വേളയിൽ തന്നെ നിലവിൽ ബംഗ്ലാദേശിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പാക് ചാരസംഘടനയായിട്ടുള്ള ISIയുടെ സ്വാധീനത്തിലാണ് എന്ന ആശങ്ക ഭാരതം മുൻപോട്ട് വയ്ക്കുന്നു. നിലവിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും നടപടികളുമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ സൈന്യത്തിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പാക് ചാരസംഘടനയായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയെല്ലാം നടപടി സ്വീകരിക്കുന്നു. സൈനിക മേധാവിയാകട്ടെ പൂർണ്ണമായി സ്വതന്ത്രമായൊരു തെരഞ്ഞെടുപ്പ് വേണമെന്നും നിലവിലെ ഇടക്കാല സർക്കാരിൻ്റെ ഭരണം അല്ലെങ്കിൽ സൈനിക ഭരണം ശാശ്വതമല്ല എന്ന പ്രതികരണവും മുൻപോട്ട് വെച്ചിട്ടുണ്ട്. രോഹിണി. ശരി ജിഷ്ണു, ബംഗ്ലാദേശിൽ സൈനിക കലാപം എന്നുള്ള സൂചനകൾ വരുന്നു. സൈന്യത്തിനുള്ളിലെ പാക് വിരുദ്ധർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു കലാപം രൂപപ്പെട്ടിരിക്കുന്നത്. ആദ്യം മുതൽക്ക് തന്നെ ഭാരതം ആരോപിക്കുന്നതും അത് തന്നെയാണ്. ബംഗ്ലാദേശിലെ സൈന്യം പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആണ് നിയന്ത്രിക്കുന്നത് എന്നതടക്കമുള്ള അത്തരം ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നതും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി കായിക വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ചാമ്പ്യൻസ് പോരാട്ടം. രോഹിണി, എല്ലാ കാലത്തും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വളരെ ആവേശമാണ് ആളുകൾക്ക്, അല്ലേ? അതൊരു രാജ്യസ്നേഹത്തിൻ്റെ ഒരു പ്രകടത അതിനകത്ത് കൂടുതൽ നമുക്ക് കാണാനും കഴിയും. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ആരാധകർ കാത്തിരുന്ന ആവേശപ്പോര് ഇന്നാണ്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് ഏറ്റുമുട്ടും. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം വിജയിച്ചാൽ അനായാസം അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, നമസ്തേ. ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശപ്പോര് തന്നെയാണ്. ദുബൈയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫി അതിൻ്റെ പ്രധാനപ്പെട്ട മത്സരം ഇന്ന് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നിഖിൽ. വിനോദ, ക്രിക്കറ്റ് ആരാധകരൊക്കെ ഒരേപോലെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. അത് എപ്പോഴും ലോക ക്രിക്കറ്റിൽ എങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വന്നാലും
അതിനെ ആരാധകരൊക്കെ വലിയ ആവേശത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരു ടീമുകളെ സംബന്ധിച്ച് ഇരു ടീമുകളിൽ പാകിസ്ഥാനെ സംബന്ധിച്ചാണ് കൂടുതൽ നിർണായകം. കാരണം ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരങ്ങൾ രണ്ട് ടീമിൻ്റെയും രണ്ടാം മത്സരങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരങ്ങൾ അത് ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഇന്ത്യ ഒരു മേൽക്കൈ നേടി. പാകിസ്ഥാൻ്റെ ഭാഗത്തിലേക്ക് വന്നാൽ ന്യൂസിലാൻഡിനെതിരെ ഒരു പരാജയം ഏറ്റുവാങ്ങുന്ന കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ ആദ്യ മത്സരത്തിൽ തോറ്റ പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യയോട് ഏത് വിധേനയും വിജയിച്ചാൽ മാത്രമേ അവർക്ക് സെമി ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ വലിയൊരു നാണക്കേടും വരും. കാരണം സ്വന്തം നാട്ടിലാണ് ഈ ഒരു ICC ചാമ്പ്യൻസ് ട്രോഫി മത്സരം നടക്കുക. അതായത് പാകിസ്ഥാനിലാണ് ഈ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം അരുളുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിൽ നടക്കുന്ന സ്വന്തം നാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ടൂർണമെൻറ്റിൽ നിന്ന് പാകിസ്ഥാൻ ആദ്യം തന്നെ പുറത്താകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയോട് ഇന്ന് പരാജയപ്പെട്ടാൽ പാകിസ്ഥാൻ ആദ്യം തന്നെ പുറത്താകുന്ന വലിയൊരു നാണക്കേടിലേക്ക് തന്നെ പാകിസ്ഥാൻ എന്തായാലും പോകും. മറുവശത്ത് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ മികച്ച ഫോമിൽ കളിച്ച ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അടക്കം മികച്ച ഫോമിൽ കളിച്ച ടീം ഇന്ത്യക്ക് ഇന്ന് വിജയിക്കാനായാൽ അനായാസം സെമി ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കും. ബംഗ്ലാദേശിനെതിരെ ബാറ്റിംഗിൽ ശുഭ്മാൻ ഗിൽ അടക്കമുള്ള താരങ്ങളുടെ മികച്ച പ്രകടനം, സെഞ്ചുറി പ്രകടനം, നായകൻ രോഹിത് ശർമ്മയുടെ ഫോമിലേക്ക് ഉയർന്ന പ്രകടനം, ഒപ്പം തന്നെ മറ്റു താരങ്ങളുടെയൊക്കെ പ്രകടനം അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ബൗളിങ്ങിലേക്ക് വന്നാൽ മുഹമ്മദ് ഷമി പരിക്കിൽ നിന്ന് തിരികെ എത്തിയ മുഹമ്മദ് ഷമി, ബുംറയ്ക്ക് പകരം എത്തിയ ടീമിലേക്ക് ഇടം പിടിച്ച് ടീമിൻ്റെ ഭാഗമായ ഹർഷിത് റാണ അടക്കമുള്ളവരുടെ ഫോം അതൊക്കെ തന്നെ ഇന്ത്യക്ക് ഗുണം ചെയ്യും. മറ്റൊരു കാര്യം ദുബായിലെ ഈ ഒരു പിച്ചാണ്. പൊതുവേ ഇന്ന് ഇന്ത്യ പാക് മത്സരം നടക്കാനിരിക്കുന്ന ഈ ഒരു പിച്ച് സ്പിന്നർമാർക്ക് അനുകൂലമാകും. കാരണം വളരെ സ്ലോ ആയ ഒരു പിച്ചാണ്. സ്പിന്നർമാർക്ക് അനുകൂലമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആ ഒരു ഇതിൽ ഇന്ത്യൻ ടീമിലുള്ളത് അക്ഷർ പട്ടേലും ഒപ്പം രവീന്ദ്ര ജഡേജയും അടങ്ങുന്ന കുൽദീപ് യാദവും അടങ്ങുന്ന ഒരു സ്പിൻ നിര ഇന്ത്യക്കുണ്ട്. അപ്പോൾ പേസിലായാലും സ്പിന്നിലായാലും ഒരുപോലെ മികവ് പുലർത്തുന്ന താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലേക്ക് വന്നാൽ സ്പിൻ സ്ലോ ആണെങ്കിലും ഫാസ്റ്റ് ആണെങ്കിലും ഇന്ത്യക്കത് അനുകൂലമാകും എന്ന പ്രതീക്ഷയാണുള്ളത്. പാകിസ്ഥാനിലേക്ക് വന്നാൽ പാകിസ്ഥാൻ ടീം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവർ അധികം ദുബായ് പിച്ചുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന് മുൻപായിരുന്നെങ്കിൽ സ്ഥിരമായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു പിച്ച്, ദുബായിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ പിച്ച് അവരുടെ ഹോം ഗ്രൗണ്ട് പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പിച്ചാണ്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സ്റ്റേഡിയത്തിലെത്തി ഇന്ത്യക്കെതിരായ മത്സരം, അതായത് ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ സ്റ്റേഡിയത്തിലെത്തി തന്നെ പാകിസ്ഥാൻ ടീം കൂടുതൽ നേരം പരിശീലനം നടത്തുന്ന ഒരു കാഴ്ച എന്തായാലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ചിരവൈരികൾ തമ്മിലുള്ളൊരു പോരാട്ടം, ഇന്ത്യ പാക് പോരാട്ടം, അതിനുവേണ്ടി തന്നെയാണ് ഏവരും കാത്തിരിക്കുന്നത്. ഒപ്പം പാകിസ്ഥാനിലേക്ക് വന്നാൽ അവർക്ക് ചില വെല്ലുവിളികളുണ്ട്. കാരണം ഫഖർ സമാൻ എന്ന അവരുടെ സൂപ്പർ ബാറ്റർ അത് പരിക്കേറ്റ് താരം പുറത്തായിട്ടുണ്ട്. ഒപ്പം തന്നെ ബാബർ അസമിൻ്റെ ആ ഒരു മെല്ലപ്പോക്ക്, ഇതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തായാലും തിരിച്ചടിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് മികച്ച ഫോമിൽ തന്നെ തുടരുന്നുണ്ട്. രോഹിത് ശർമ്മ ഫോമിലാണ്. ഒപ്പം ശുഭ്മാൻ ഗിൽ അടക്കമുള്ള താരങ്ങൾ ഫോമിലാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ടീം ഇന്ത്യ എന്തായാലും കരുത്താണ്. കണക്കിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ടീം ഇന്ത്യക്ക് എന്തായാലും ഒരു പടി മുന്നിലാണ്. മേൽക്കൈ ഇന്ത്യക്ക് തന്നെയാണ് വിനോദ്. അതെ, ഇന്ത്യക്ക് തന്നെ മേൽക്കൈ നേടാൻ കഴിയുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വിജയം തന്നെ സ്വപ്നം കാണുകയാണ്. ഇവിടെ നമ്മൾ വിജയിച്ചാൽ പിന്നീടുള്ള ഘട്ടങ്ങൾ ഏത് തരത്തിലായിരിക്കും? നമ്മൾക്ക് പിന്നീടുള്ള നേട്ടങ്ങൾ, പിന്നീടുള്ള മത്സരങ്ങൾ, അതേപ്പറ്റി കൂടി പറയാൻ കഴിയുമോ നിഖിൽ? അതായത് ഇന്ത്യയുടെ സാധ്യതകളിലേക്ക് വന്നാൽ ഇന്ത്യക്ക് ഇനിയുള്ളത്, അതായത് മൂന്ന് മത്സരങ്ങളുള്ളതിൽ ഇന്ത്യക്ക് ഇനിയുള്ളത് പാകിസ്ഥാനെതിരെയും ന്യൂസിലാൻഡിനെതിരെയ മത്സരങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ വിജയം സ്വന്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ സെമിയിലേക്ക് എത്തും എന്ന സാഹചര്യമാണുള്ളത്. ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം കൂടി വിജയിക്കാനായാൽ ഇന്ത്യക്ക് സെമിയിലേക്ക് സുഖമായി അനായാസമായി എത്താൻ സാധിക്കും. മറുവശത്ത് പാകിസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ആദ്യ മത്സരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ മത്സരത്തിൽ ഈ ന്യൂസിലാൻഡിനേറ്റ പരാജയം അത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് വലിയ ഒരു പ്രഷർ തന്നെ നൽകുന്നുണ്ട്. കാരണം അവർക്ക് ഇന്നത്തെ മത്സരം, ഇന്ത്യക്കെതിരായ മത്സരം അവർക്ക് ഏത് വിധേനയും ജയിച്ചേ മതിയാകൂ. കാരണം ഇന്നത്തെ മത്സരത്തിൽ തോൽവി വഴങ്ങിയ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ടൂർണമെൻറ്റ്, അതിൽ പാകിസ്ഥാൻ പുറത്താവുന്ന ഒരു കാഴ്ച പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെയും ഒപ്പം ഇനി നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം, ഈ രണ്ട് മത്സരവും വിജയിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് സെമിയിലേക്ക് മുന്നേറാൻ സാധിക്കൂ. മറുവശത്ത് നേരത്തെ പറഞ്ഞ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരെ മികച്ച രീതിയിൽ വിജയിച്ചു. ഇന്നത്തെ മത്സരം കൂടി വിജയിക്കാനായാൽ ഇന്ത്യക്ക് സെമിയിലേക്ക് കടക്കാം. ഇനി വരാനിരിക്കുന്ന ന്യൂസിലാൻഡിനെതിരെ മത്സരം അത് ഇന്ത്യയെ സംബന്ധിച്ച് അതും കൂടി വിജയിക്കാനായാൽ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായി തോൽവി അറിയാതെ ടീം ഇന്ത്യക്ക് എന്തായാലും സെമിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതല്ല മറുവശത്ത് ഇന്നത്തെ മത്സരത്തിൽ ടീം ഇന്ത്യ പരാജയം നേരിടുകയാണെങ്കിൽ പോലും ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിൽ മികച്ച റൺ റേറ്റിൽ വിജയിക്കാനായാൽ ഇന്ത്യക്ക് സെമി സാധ്യത എന്തായാലും ഉണ്ടാകും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്നെന്തായാലും അവർക്ക് വിജയം അനിവാര്യം തന്നെയാണ് വിനോദ്.
തീർച്ചയായും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഇന്ന് വിജയം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് സെമിയിലേക്ക് കടക്കാനാകും. ഇനി വിജയത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമെന്നുള്ളതാണ് നിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം. തെലങ്കാനയിലെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. തെലങ്കാനയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിന്റെ മേൽക്കൂര തകർന്ന അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ ഇന്നും തുടരും. 8 തൊഴിലാളികളാണ് ടണലിനുള്ളിൽ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തകർ രാത്രി സ്ഥലത്തെത്തിയെങ്കിലും ടണലിനുള്ളിലേക്ക് കടക്കാൻ കഴിയാതെ പിന്തിരിയുകയാണ്. രോഹിണി, നമുക്ക് ആ ടണൽ ദുരന്തത്തിന്റെ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതിൻ്റെ ഒരു ഫോളോ അപ്പിലേക്ക് പോകാം. കൊല്ലം കുണ്ടറ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കേസിൻ്റെ ആദ്യ ഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി. സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നതായും ആരോപണമുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഈ വാർത്ത ഇന്നലെ ആദ്യം നൽകിയത് നമ്മളാണ്. എന്തായാലും വൈകിട്ടോടുകൂടി 2 പേരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാണ് 2 പേരെ പിടികൂടിയത്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ മനോജ്? വിനോദ്, 2 പേരാണ് ഇപ്പോൾ കുണ്ടറ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതായത് പെരുമ്പുഴ സ്വദേശിയായിട്ടുള്ള അരുൺ, കുണ്ടറ സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്നിവരാണ്. ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ, അതായത് ഈ സംഭവം നടക്കുന്നത് പുലർച്ചെയാണ്. അത് അർദ്ധരാത്രിയോടുകൂടി ഇവർ ഈ പോസ്റ്റ് എടുത്തുകൊണ്ട് അവിടേക്ക് കൊണ്ടുവരുന്നു. പിന്നെ പുലർച്ചെ 3 മണിക്ക് മുമ്പായാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്തുന്നത് എഴുകോൺ പോലീസാണ്. അതായത് ആദ്യം ഈ പോസ്റ്റ് വെച്ച് ഈ ട്രാക്കിലിരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ സമീപവാസിയായ യുവാവ് ഗേറ്റ് കീപ്പറെ വിവരമറിയിക്കുന്നു. ആ ഗേറ്റ് കീപ്പർ ഈ എഴുകോൺ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നോക്കുമ്പോൾ ഈ പാളത്തിന് കുറുകെ ഒരു പോസ്റ്റ് ഇരിക്കുന്നുണ്ട്. ആ പോസ്റ്റിനെ എടുത്ത് വശത്തേക്ക് മാറ്റിയിട്ട ശേഷം പോലീസ് പോകുകയാണ്. അവിടെ നിന്ന് മറ്റ് പരിശോധനകൾക്കൊന്നും തയ്യാറാവാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ തന്നെ പോലീസ് അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. പിന്നാലെ വീണ്ടും ഇത് ആവർത്തിച്ചപ്പോഴാണ് കുണ്ടറ പോലീസ് അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഇത് പുറം ലോകം അറിഞ്ഞതോടുകൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടത്. എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഈ പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചത്. ആദ്യം റെയിൽവേ പോലീസാണ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതും പിന്നീട് പോലീസിന് കൈമാറുന്നതും. ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 2 പേരെ പെരുമ്പുഴയിൽ നിന്നും പിടികൂടുന്നത്. രാത്രിയോടുകൂടി തന്നെ ഇവരെ സ്റ്റേഷനിലെത്തിച്ചു, ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ അട്ടിമറി ശ്രമം അത് പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കൂടിയാണ്. ഇനി ഇവർ തന്നെയാണോ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഇന്നലെയും ഒരു സംശയം എന്നുള്ള രീതിയിലാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും CCTV ദൃശ്യങ്ങളിലുള്ളത് ഇവർ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളതിനെ പറ്റി പോലീസ് പരിശോധിച്ച് വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേയുടെ ഇൻ്റലിജൻസ്, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാവരും തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൽ പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത്. അതായത് പുലർച്ചെ 3:30 പാലരുവി എക്സ്പ്രസ് ഇതുവഴി കടന്നു പോകുന്നത്. ആ സമയം അവിടെ ഈ ഒരു ടെലിഫോൺ പോസ്റ്റ് ആ ട്രാക്കിലേക്ക് കൊണ്ടിടുകയായിരുന്നു. ആദ്യം കൊണ്ടിട്ട് പോലീസ് വന്നു, അതെടുത്തു മാറ്റി പോയി, വീണ്ടും ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെയാണ് ഒരു ആസൂത്രണം ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പ്രതികളുടെ, അല്ലെങ്കിൽ ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ മൊഴിയിൽ പരസ്പര ബന്ധമില്ലാത്ത തരത്തിലുള്ള മൊഴിയൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അതായത് മറ്റൊരു കാരണം പറഞ്ഞാണ് ഇവർ ഈ പോസ്റ്റ് കൊണ്ടിട്ടതൊക്കെ വേറൊരു ആവശ്യത്തിനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം, അതായത് ക്രിമിനൽ പശ്ചാത്തലം, ഒരാൾക്ക് 11 കേസ്, മറ്റൊരാൾക്ക് 4 കേസ്, SI അടക്കം ആക്രമിച്ച കേസിലെ പ്രതികളാണ്. അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളവർ എന്ത് നീക്കത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ ശ്രമം നടത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കോടതിയിൽ ഹാജരാക്കും. മറ്റ് നടപടികളൊക്കെ തന്നെ ഉണ്ടാകും. അതിനുശേഷം കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങും. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് എഴുകോൺ, കുണ്ടറ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഒരു വശം എഴുകോണും ഒരു വശം കുണ്ടറയും. എന്നാൽ ആദ്യമെത്തിയ എഴുകോൺ പോലീസ് വലിയ രീതിയിൽ ഒരു പരിശോധന നടത്താതെ പോയി എന്നുള്ളതാണ്. കാരണം ഈ സമയത്ത് അവിടെ ഇവരുണ്ടായിരുന്നു. ഇവർ 2 പേർ ആർക്കെയാണോ
ഈ സമീപത്ത് ഉണ്ടായിരുന്നു. അവർ വീണ്ടും ഈ പോസ്റ്റ് കൊണ്ട് വച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, പോസ്റ്റ് മുറിഞ്ഞ നിലയിലായിരുന്നു. അത് വശത്തേക്ക് മാറ്റിയിട്ടപ്പോൾ മുറിഞ്ഞു എന്നാണ് പോലീസൊക്കെ പറയുന്നതെങ്കിലും അതിൽ കൃത്യമായും ഒരു എന്താണോ സംഭവിച്ചിട്ടുള്ളത് എന്നത് പോലീസിന് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു വ്യക്തത ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം നടക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇങ്ങനെ അന്വേഷിച്ചാൽ പറ്റില്ല, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ ഇടപെടണമെന്നുള്ളതാണ്. കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഇടപെടണമെന്നുള്ള കാര്യമാണ് ഓരോ വ്യക്തികളും ഓരോ ജനപ്രതിനിധികളും അടക്കം പറയുന്നത്. കാരണം ഇത് ചെറിയൊരു വിഷയമായി ഒതുക്കി തീർക്കുവാനുള്ള ഒരു ശ്രമമുണ്ടായി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് അത് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ രീതിയിലൊരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു, അതിന് ഞങ്ങളെടുത്ത് മാറ്റി, അതിനുശേഷം വച്ചോ എന്നത് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എഴുകോൺ പോലീസിൻ്റെ പ്രതികരണം. കാരണം ഒരു പോസ്റ്റിൻ്റെ അത് പകുതി മാത്രമേ ട്രാക്കിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് തന്ന മറുപടി. പിന്നീട് ഇത് പുറം ലോകം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാണ് പോലീസ് ഇതിൽ കാര്യമായും ഇടപെടാൻ ശ്രമിച്ചത് തുടങ്ങിയത്. അതേപോലെ തന്നെ മനോജ്, ഇപ്പോൾ വന്ന ഒരു പ്രതികരണം, ഒരു പ്രേക്ഷകന്റെ പ്രതികരണമാണ്. ഗണേഷ് കുമാർ പറയുന്നത്, ഈ വഖഫ് ബില്ലിനെതിരെ SDPI കൊല്ലത്ത് പ്രകടനം നടത്തിയ അന്ന് രാത്രിയിലാണ് ഈ റെയിൽവേ പാളത്തിൽ ഇത്തരത്തിൽ ടെലിഫോൺ പോസ്റ്റ് കാണപ്പെട്ടത് എന്നുള്ള കാര്യമാണ്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് പക്ഷേ അവരുമായി ബന്ധപ്പെട്ടാണോ ഇനിയും അത് ഒരു പ്രേക്ഷകൻ്റെ ഒരു പ്രതികരണം അത് വന്നതിനെപ്പറ്റി ഒന്ന് പറയുകയാണ് മനോജ്. ഒരു പ്രേക്ഷകൻ അങ്ങനെ പ്രതികരിക്കുന്നു, SDPI വഖഫ് ബില്ലിനെതിരെ പ്രകടനം നടത്തിയ അതിനുശേഷമുള്ള രാത്രിയിലാണ് ഇങ്ങനെ കാണപ്പെട്ടതെന്നൊക്കെ പറയുന്നു. പക്ഷേ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണത്. ഒരു പ്രേക്ഷകൻ്റെ പ്രതികരണത്തെ പറ്റി മനോജ്, ഗണേഷ് കുമാർ പറയുന്നു. വിനോദ്, ദിവസങ്ങൾക്ക് മുൻപാണ് SDPIയുടെ ഒരു പ്രതിഷേധ റാലി വഖഫ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ബില്ലിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനം ഉണ്ടായിട്ടുള്ളത്. അത് ഈ തെക്കൻ ജില്ലകളെ സമീപിച്ചുകൊണ്ട് SDPIയുടെ നേതൃത്വം നടത്തിയതാണ്. അത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതാണ്. അപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രേക്ഷകന്റെ ഒരു പ്രതികരണത്തെ പറ്റി നമ്മൾ പറഞ്ഞു. എന്തായാലും ഇതിലൊരു അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. അത് വലിയ ഗൗരവത്തോടെ ആദ്യം പോലീസ് കണ്ടില്ല എന്നുള്ള നിലയിലാണ്. ആദ്യം പോസ്റ്റ് കിടക്കുന്നത് കണ്ടു, എടുത്തു മാറ്റി. രണ്ടാമത് പിന്നെയും പോസ്റ്റ് കണ്ടപ്പോഴാണ് വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. അത് മാത്രമല്ല, ഈ ക്രിമിനൽസ് ആദ്യം പോലീസിന് നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഈ പോസ്റ്റ് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇത് റെയിൽവേ ട്രാക്കിൽ ഇടുമ്പോൾ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഇത് മുറിയുകയും അത് തങ്ങൾക്ക് വിൽക്കുന്നതിന് വേണ്ടി മോഷണമായിരുന്നു ഭാഗം എന്നാണ് പറഞ്ഞത്. പക്ഷേ വലിയ രീതിയിൽ ട്രെയിനിന് തന്നെ ഒരുപക്ഷെ പാളം തെറ്റാനുള്ള അപകട സാധ്യതയുണ്ട് എന്നുള്ളത് ഈ ക്രിമിനൽസിന് അറിയാൻ പാടില്ലാത്തതല്ല. അപ്പോൾ അവിടെ ആസൂത്രിതമായൊരു നീക്കം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. തുടരന്വേഷണത്തിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം വിനോദ്. സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന സിസ തോമസിന് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാനുള്ള ഉത്തരവിൽ നടപടി എടുക്കാതെ സംസ്ഥാന സർക്കാർ. പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യങ്ങളും 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവും സർക്കാർ നടപ്പാക്കുന്നില്ല. ഉത്തരവ് കാലാവധി തീരാനിരിക്കെ പ്രതികാര നടപടിയുടെ തുടർച്ചയായാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് ആരോപണം ഉയരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നമുക്കറിയാം എന്തായാലും ഗവർണർ നിയോഗിച്ച VC എന്നുള്ളതിൻ്റെ ഒരു പ്രതികാര നടപടി തന്നെയല്ലേ സിസ തോമസിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? സിസ തോമസിൻ്റെ പെൻഷനും ആനുകൂല്യങ്ങളും വച്ചു താമസിപ്പിക്കുകയാണ് സർക്കാർ. പ്രതികാര നടപടി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നോമിനിയായി വന്ന VC ആയതുകൊണ്ട് തന്നെയാണ് എന്നല്ലേ അനുമാനിക്കേണ്ടത്? രോഹിണി, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് വന്നിരുന്നത്. അതായത് ഈ വിരമിക്കൽ ആനുകൂല്യങ്ങളടക്കം ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആയിരുന്ന സിസ തോമസിന് നൽകണമെന്നൊരു ഉത്തരവ് വന്നത്. ആ ഉത്തരവ് വന്ന് പിന്നിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഈ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലേക്ക് സിസ തോമസിന്റെ നിയമനവും തുടർന്നുണ്ടാകുന്ന
ഗവർണർ അതോടൊപ്പം തന്നെ സർക്കാർ പോര് മുറുകുന്ന സാഹചര്യം ഉണ്ടാകുന്നതും പിന്നീട് ഈ സിസാസ് തോമസിനെതിരെയും പിണറായി വിജയനും അതോടൊപ്പം തന്നെ സർക്കാരും ഒന്നടങ്കം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായതാണ്. അതിനുശേഷമാണ് പിന്നീട് സിസാസ് തോമസ് വിരമിക്കലിലേക്ക് കടക്കുന്നത്. അതിനുശേഷം പിന്നീട് ഒട്ടേറെ നിയമപോരാട്ടങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. കാരണം വിരമിക്കൽ ആനുകൂല്യങ്ങൾ അടക്കം തടഞ്ഞു വെക്കുകയും അത് നൽകണമെന്നാവശ്യപ്പെട്ട് ഹർജിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സിസാസ് തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നത്. അതിന്റെ ഉത്തരവാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്നത്. വിരമിക്കൽ ആനുകൂല്യം, എല്ലാ വിരമിക്കൽ ആനുകൂല്യം ചേർത്തുകൊണ്ട് ഒരാഴ്ച എത്രയും വേഗം അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉത്തരവ് വന്നത്. വലിയ തിരിച്ചടിയായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുകയും ചെയ്തത്. വലിയ പ്രതികാര നടപടി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വെച്ചുപുലർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തിരിച്ചടിയായിട്ടാണ് ഈ ഉത്തരവ് വന്നത്. ഉത്തരവ് വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും അതിൽ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് പ്രതികാരം നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗവർണറുടെ പ്രതിനിധിയായാണ് സിസാസ് തോമസ് ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി എത്തുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രതികാര നടപടി കൂടി തന്നെയാണ് ഇപ്പോഴും ഈ സംസ്ഥാന സർക്കാർ വെച്ചുപുലർത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ അടക്കമുള്ള വിരമിക്കൽ ആനുകൂല്യം നൽകാതിരിക്കാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് അനുമാനിക്കേണ്ടത്. 1 കോടിയോളം രൂപയാണ് ഈ ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ആനുകൂല്യങ്ങളുമായി സിസാസ് തോമസിന് സർക്കാർ നൽകേണ്ടത്. എന്നാൽ അത് ഇതുവരെ നൽകുവാൻ സാധിച്ചിട്ടുമില്ല എന്നതാണ്. ഈ ഉത്തരവ് വന്ന് ഒരാഴ്ചയാണ് പിന്നിടുന്നത്. ഒരാഴ്ച പിന്നിടുമ്പോഴും സർക്കാരിന്റെ സമീപനം മൗനം അവലംബിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുമ്പ് നേരത്തെ ഈ സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തർക്കങ്ങൾ നിലനിൽക്കുന്ന കാലത്താണ് സിസാസ് തോമസിനെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ, അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിടുന്നത്. അങ്ങനെ ഗവർണറുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് സിസാസ് തോമസ് സർവകലാശാലയിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് തുടർന്നിങ്ങോട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇടത് വിദ്യാർത്ഥികളടക്കം ഈ സിസാസ് തോമസിനെതിരെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് കോളേജിലേക്ക് എത്തുന്ന സാഹചര്യം, യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റ് ജീവനക്കാരടക്കം പ്രതിഷേധിക്കുന്ന സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നീട് ശേഷമാണ് ഈ വിരമിക്കുന്നത്. തുടർന്ന് ഈ വിരമിക്കലിന് ശേഷം ആനുകൂല്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അന്നും തടഞ്ഞു വെക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. അതിൽ സർക്കാരിന്റെ വാദഗതികളും ന്യായങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചത്. പിന്നീടാണ് കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടർന്നുള്ള കേസുകളുമായി ബന്ധപ്പെട്ടെല്ലാം നിയമ നടപടി എന്ന നിലയിലേക്ക് സിസാസ് തോമസ് നീങ്ങുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വിരമിക്കൽ ആനുകൂല്യങ്ങളൊന്നും തടഞ്ഞു വെക്കാൻ പാടില്ല, അത് കൃത്യമായി നൽകേണ്ടതാണ് എന്ന രീതിയിലേക്ക് ഒരു ഉത്തരവ് വന്നത്. ഈ ഉത്തരവ് വന്നിട്ടും ഒരാഴ്ച പിന്നിടുമ്പോഴും സർക്കാരിന്റെ വെച്ചുപുലർത്തുന്ന സമീപനം ആനുകൂല്യങ്ങളൊന്നും നൽകേണ്ടതില്ല എന്നൊരു രീതിയിലേക്കാണ് ഈ സമീപനം പോകുന്നത്. തീർച്ചയായും ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു വൈരാഗ്യ പ്രതികാര നടപടി തന്നെയാണ് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇത്രയും കാലം അല്ലെങ്കിൽ ഒരു പിന്നിടുമ്പോഴും അതിനെ ആ വിരമിക്കൽ ആനുകൂല്യം നൽകേണ്ടതാണെന്നതിൽ ആ സമീപനം, സർക്കാരിന്റെ സമീപനം, ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള അന്നത്തെ ഗവർണറോടുള്ള സമീപനം തന്നെയാണ് സിസാസ് തോമസിനോടും സർക്കാർ വെച്ചുപുലർത്തുന്നത്. അതെ, തീർച്ചയായും സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിസാസ് തോമസ് അവർ വിരമിച്ചിരിക്കുന്നു. അതിനുശേഷമുള്ള പെൻഷനും ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നില്ല. അങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുമ്പാകെ പോകുന്നത്. ട്രൈബ്യൂണൽ പറയുന്നു 2 ആഴ്ചക്കകം ഇത് കൊടുക്കണമെന്ന്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും സർക്കാർ അനങ്ങുന്നില്ല, അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തത്. തെലങ്കാനയിലെ തുരങ്കം അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തെലങ്കാനയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിന്റെ മേൽക്കൂര തകർന്ന് അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ ഇന്നും തുടരും. 8 തൊഴിലാളികളാണ് ടണലിനുള്ളിൽ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തകർ രാത്രി സ്ഥലത്തെത്തിയെങ്കിലും ടണലിനുള്ളിലേക്ക് കടക്കാൻ കഴിയാതെ പിന്തിരിയുകയായിരുന്നു. മണ്ണിടിഞ്ഞ് കാൽമുട്ട് വരെ ചെളിയിൽ പുതയുന്ന അവസ്ഥയിലാണ് ടണലിന്റെ ഉൾഭാഗം ഇപ്പോൾ നിലവിലുള്ളത്. NDRF ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. പക്ഷേ ഒരല്പം പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചെളി നിറഞ്ഞ പ്രദേശമായി പോയി. നേരത്തെ ഈ ചോർച്ച പരിഹരിക്കുന്നതിനായിട്ടാണ് ഈ തൊഴിലാളികൾ അതിനുള്ളിലേക്ക് കടന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പെട്ടെന്ന് ഒരു ഭാഗം തകർന്ന് വീഴുകയായിരുന്നു. അതുമാത്രമല്ല, ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ ടണലിനുള്ളിലേക്ക്, ഈ കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് എത്താനുള്ള ദൂരവും അല്പം കൂടുതലാണ്. ഏകദേശം 14 കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, ഈ ദുരന്ത നിവാരണം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമെങ്കിൽ സൈനിക സഹായം തന്നെ നൽകാമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു
കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, തെലങ്കാനയിലെ തുരങ്കത്തിലുണ്ടായ അപകടം, രക്ഷാപ്രവർത്തനങ്ങൾ ഏത് നിലയിലാണ് ഇന്ന് ആരംഭിക്കുക? ജിഷ്ണു. വിനോദ, തെലങ്കാനയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ തുരങ്കത്തിന്റെ മേൽഭാഗം തകർന്നു വീണുണ്ടായിട്ടുള്ള അപകടത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടരും. കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ എല്ലാവിധത്തിലുള്ള സഹായം രക്ഷാദൌത്യത്തിനുണ്ടാകും എന്നുള്ളത് ഈ അപകടമുണ്ടായ വേളയിൽ തന്നെ ഇക്കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നിലവിലെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. തെലങ്കാനയിൽ നാഗർ കുർണൂൽ ജില്ലയിൽ ഔറംഗാബാദിൽ ശ്രീശൈലം അണക്കെട്ടിന് പിറകിൽ ഉള്ള തുരങ്കത്തിലാണ്, ടണലിലാണ് അറ്റകുറ്റപ്പണികൾക്കായി ഇറങ്ങിയിട്ടുള്ള തൊഴിലാളികൾ. ആ തൊഴിലാളികൾ ഇറങ്ങിയ ഉടൻ തന്നെ തുരങ്കത്തിന്റെ മേൽഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. തുരങ്കത്തിന്റെ 14 കിലോമീറ്റർ ഉള്ളിലാണ് അപകടം നടന്നത് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെ രാത്രി തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യത്തിനുള്ള ശ്രമം നടത്തിയെങ്കിലും ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് തുരങ്കത്തിനകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ചെളി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു തുരങ്കമുള്ളത്. അതുകൊണ്ട് തന്നെ തുരങ്കത്തിനകത്തേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം അത്യാധുനികമായ സൗകര്യങ്ങൾ, യന്ത്ര സംവിധാനങ്ങളും ഈ രക്ഷാദൌത്യത്തിനായി ഉറപ്പാക്കും എന്നുള്ളതാണ് കേന്ദ്രവും ഒപ്പം തെലങ്കാന സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ സംഘം ഇന്ന് രാവിലെയോടുകൂടി സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തുരങ്കത്തിലെ മറ്റേതെങ്കിലും വഴി തുറന്നുകൊണ്ട് ഉത്തരാഖണ്ഡിലെല്ലാം നടത്തിയിട്ടുള്ള രക്ഷാദൌത്യത്തിന് സമാനമായി ഈ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്കടുത്തേക്ക് മറ്റൊരു ചെറിയ തുരങ്കം നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ളത് അടക്കമുള്ള എല്ലാ തരത്തിലുമുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും രക്ഷാദൌത്യം തുടരുകയാണ്. 8 തൊഴിലാളികളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ, നാഗർ കുർണൂൽ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ ഈ തുരങ്കത്തിനകത്ത് പെട്ടിട്ടുള്ളത്. വിനോദ്. അതെ, ഇന്നലെ ഉണ്ടായ തുരങ്കത്തിലെ 8 തൊഴിലാളികളാണ് ഇന്നലെ ഉണ്ടായ ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിൽ മണ്ണിടിഞ്ഞാണ് അപകടമുണ്ടായത്. അവിടെയാണ് 8 തൊഴിലാളികൾ അതിലകപ്പെട്ട് കിടക്കുന്നത്. NDRFിൻ്റെ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇന്ന് ഊർജിതമായി തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ. താമരശ്ശേരി ചുരത്തിൽ കൊക്കയിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം. വളയം സ്വദേശി അമലാണ് മരിച്ചത്. ചുരം 9-ാം വളവിന് സമീപത്തായിരുന്നു അപകടം. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, താമരശ്ശേരി ചുരത്തിലുണ്ടായ വാഹനാപകടം, ഒരു യുവാവ് മരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 1:30 കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. കോഴിക്കോട് നിന്നും വയനാടേക്ക് വിനോദയാത്ര പോയ സംഘത്തിലെ 13-അംഗ സംഘത്തിലെ ഒരു വ്യക്തിയാണ് അമര്. 1:30 കൂടി ഈ താമരശ്ശേരി 9-ാം വളവിലെത്തിയപ്പോൾ മൂത്രമൊഴിക്കാനായിട്ടായിരുന്നു ഈ അമര് പുറത്തിറങ്ങിയത്. ആ സമയത്ത് കാലുവഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. ഈ ട്രാവലിലായിരുന്നു ഈ സംഘം സഞ്ചരിച്ചിരുന്നത്. കൊക്കയോട് ചേർന്ന് വാഹനം നിർത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നീട് കൽപ്പറ്റ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. കൽപ്പറ്റയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘാംഗമാണ് ഈ അമലിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും അമൽ മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ അമലിന്റെ മൃതശരീരം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിനോദ്. താമരശ്ശേരി ചുരത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഒരു യുവാവാണ് മരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അതും ഒരു ദുരന്ത വാർത്തയാണ്. അതെ, അട്ടപ്പാടി അരളിക്കോണത്ത് അമ്മയെ മകൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. അരളിക്കോണം ഊരിലെ രേഷിയാണ് കൊല്ലപ്പെട്ടത്. രേഷിയുടെ മകൻ രഘു ഹോളോ ബ്രിക്സ് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പറയൂ. ഇന്ന് പുലർച്ചെ ഒരു 4 മണിയോടുകൂടെയാണ് സംഭവം. അട്ടപ്പാടി അരളിക്കോണത്താണ് അമ്മയെ മകൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അരളിക്കോണം ഊരിലെ രേഷി എന്ന 55-കാരിയാണ് കൊല്ലപ്പെട്ടത്. രേഷിയുടെ മകൻ രഘു ഹോളോബ്രിക്സ് കൊണ്ട് ഇവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രഘുവിനെ പുതൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഘു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിൽ തുടരുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. കോട്ടത്തറ ആശുപത്രിയിലുള്ള രേഷിയുടെ മൃതദേഹം അഗളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്നുള്ളതാണ്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് രാജ്യാന്തരം.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞതിനാൽ രക്തം മാറ്റുന്ന നടപടികൾ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. ആരോഗ്യസ്ഥിതി കഴിഞ്ഞ ദിവസത്തേക്കാൾ സങ്കീർണമാണ്. അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു. ഐസൺ, മാർപ്പാപ്പ കുറേ ദിവസങ്ങളായി, ഏകദേശം 10 ദിവസത്തോളമായി അദ്ദേഹം ആശുപത്രിയിലാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി വന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയല്ലേ ഐസൺ ജോസ്? തീർച്ചയായും വിനോദ്, കടുത്ത ആരോഗ്യ പ്രശ്നമാണ് അദ്ദേഹം നേരിടുന്നത്, അല്ലെങ്കിൽ രോഗങ്ങളാണ് അദ്ദേഹം നേരിടുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ക്രിട്ടിക്കലാവുക, തുടർച്ചയായി അത് സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഈ കടുത്ത ന്യൂമോണിയ ബാധിക്കുന്നതും. ന്യൂമോണിയ ബാധിച്ച് 2 ശ്വാസകോശങ്ങളിലും ശക്തമായ രീതിയിൽ അത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ അത് വല്ലാതെ വലുതാകുന്നൊരു സാഹചര്യമുണ്ടായി ശ്വാസകോശങ്ങളിൽ. അതുകൊണ്ട് തന്നെ ആ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ കഴിഞ്ഞ 14-ാം തീയതി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആ വേളയിൽ ചെറിയ രീതിയിലുള്ള മരുന്നുകളോട് പ്രതികരിക്കുന്ന രീതിയിലുള്ള ചില റെസ്പോൺസ് എല്ലാം തന്നെ കൃത്യമായി അദ്ദേഹം കാണിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മാനസികമായി കുറേ കൂടി ഉല്ലാസഭയനായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ മാനസികമായി കുറേ കൂടി ഇടപെടാൻ, മനുഷ്യരോട് ഇടപെടുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ കണ്ടപ്പോൾ കുറേ കൂടി ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുണ്ട് എന്ന സൂചനയാണ് ലഭിച്ചത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ബ്ലഡ് ടെസ്റ്റിലെല്ലാം തന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് വളരെയധികം കുറയുന്നൊരു സാഹചര്യമുണ്ടായി. നമുക്കറിയാവുന്നതാണ്, ഈ വൈറൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിശക്തമായ രീതിയിൽ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ കുറയുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞൊരു പശ്ചാത്തലത്തിൽ രക്തം മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ രക്തം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന ഒരു ചികിത്സ കൂടി അദ്ദേഹത്തിന് നൽകേണ്ടി വന്നു. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിന് 88 വയസ്സ് പ്രായമുണ്ട്, സങ്കീർണമായ മറ്റു രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ ന്യൂമോണിയ ബാധിച്ച അവയവം, ഈ ലങ്സ് തന്നെ നേരത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ചേർന്ന ഒരു സാഹചര്യത്തിലാണ് ശക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ രോഗം കടുത്തുകൊണ്ടുവരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ രോഗത്തിൻ്റെ സങ്കീർണത, അല്ലെങ്കിൽ ആ തീവ്രത വർദ്ധിക്കുന്നു എന്നാണ് നിലവിലെ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഇക്കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് ആശുപത്രി അധികൃതർ, ജമേലി ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും അത് സംബന്ധിച്ചൊരു നേരെ തിരിഞ്ഞുള്ള, അല്ലെങ്കിൽ നേരെ എതിരായ ഒരു വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരാഴ്ചയിലേറെ ചികിത്സ തുടരേണ്ടി വരും, അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എങ്കിൽ ഇന്ന് അതീവ ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലേക്ക് പോലും പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗുരുതരമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വത്തിക്കാനിൽ നിന്നും പുറത്തു വരുന്നത്. അതെ, മാർപ്പാപ്പയുടെ ആരോഗ്യ നില വളരെ മോശമായി തുടരുന്നു എന്നുള്ള വാർത്തകളാണ് വത്തിക്കാനിൽ നിന്നും പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. മറ്റു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്ത് യുവ കർഷകന് തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിജയം. അന്യസംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന വേനൽക്കാല കൃഷിയിലാണ് അരുവിക്കര സ്വദേശി സുധീഷ് നേട്ടമുണ്ടാക്കിയത്. വീടിന് മുന്നിലുള്ള 30 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്താണ് സുധീഷ് കൃഷി ആരംഭിച്ചത്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. അരുവിക്കര വാർഡിലെ യുവ കർഷകനായ സുധീഷാണ് അന്യസംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന വേനൽക്കാല തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിജയം കൈവരിച്ചത്. പ്ലംബറായ സുധീഷ് ഒരു കൗതുകത്തിലാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. വീടിന് സമീപത്ത് വർഷങ്ങളായി കാടുപിടിച്ചു കിടന്ന 30 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്തു. പിന്നീട് കൃഷിഭവന്റെ സഹായത്തോടെ കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ് കൃഷിക്കായി തിരഞ്ഞെടുത്തത്. കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ആണ് ഇത് ഈ പദ്ധതി നടപ്പിലാക്കിയത്. എന്തുകൊണ്ട് ഇതിലെ അഭിമാനമാണ്. വരും വർഷങ്ങളിൽ പഞ്ചായത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും തണ്ണിമത്തങ്ങ കൃഷി വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അമിതമായ ചൂടിനിടയിലും കൃത്യമായ ജലസേചനം ഉറപ്പാക്കാൻ പ്രസിഷൻ ഫാമിംഗ് രീതിയും ഉപയോഗപ്പെടുത്തി. 70 ദിവസത്തിന് ശേഷം വിളവെടുത്തപ്പോൾ 3000-ഓളം തണ്ണിമത്തൻ ലഭിച്ചു. പ്രസിഷൻ ഫാമിംഗ് എന്ന രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അതായത് കൃത്യത കൃഷി. ഓരോ ചെടിക്കും വേണ്ട വളവും വെള്ളവും ഓരോ ചെടിക്കും അതിൻ്റെ മൂട്ടിൽ കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ പ്രസിഷൻ ഫാമിങ്. നട്ട് 70 ദിവസമാകുമ്പോൾ തന്നെ അതിൻ്റെ വിള, ഇന്നിപ്പോൾ 70 ദിവസമല്ല 68 ദിവസമായി വിളവെടുക്കുന്നു. ഒരു നല്ല സാധ്യതയുള്ളൊരു കൃഷിയാണ്. വിവരമറിഞ്ഞ് നാട്ടുകാരെത്തി മണിക്കൂറുകൾക്കകം മുഴുവൻ തണ്ണിമത്തനും വിറ്റഴിക്കപ്പെട്ടു. പഞ്ചായത്ത് അംഗങ്ങളും കൃഷി ഉദ്യോഗസ്ഥരും വിളവെടുപ്പിന് സുധീഷിനൊപ്പം കൂടി. ജനം, തിരുവനന്തപുരം. ഇപ്പോൾ സമയം 8 മണിയായിരിക്കുന്നു. നമുക്ക് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആശാവർക്കർമാരുടെ അതിജീവന സമരത്തോട് മുഖം തിരിച്ച സർക്കാർ വേതനം കൂട്ടാനുള്ള ആവശ്യം പരിഗണിച്ചേക്കില്ല. സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. സമരത്തെ CPI പിന്തുണച്ചിട്ട് കാര്യമില്ല എന്ന് CPM. തെലങ്കാന തുരങ്ക അപകടത്തിൽ രക്ഷാദൗത്യം 2ാം ദിനം. കുടുങ്ങിയത് 8 തൊഴിലാളികൾ. രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്ര സേനകളുടെ സഹായം ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ബംഗ്ലാദേശ് സൈനിക കലാപത്തിലേക്ക്. സൈന്യത്തിലെ പാക് വിരുദ്ധർക്കെതിരെ യൂനുസ് സർക്കാർ. പ്രതികാര നടപടി. ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം സൈന്യവും പോലീസും അട്ടിമറിച്ചതിന് പിന്നാലെ. മഹാകുംഭമേള നടക്കുന്ന ഗംഗയിലെയും യമുനയിലെയും ജലം മലിനമാണെന്ന പ്രചാരണം പൊളിയുന്നു. വെള്ളത്തിലെ കോളിഫോം ബാക്ടീരിയയുടെയും മറ്റ് മാലിന്യങ്ങളുടെയും സാന്നിധ്യം സുരക്ഷിത പരിധിയിൽ. പരിശോധനാ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡ്. തിരുവനന്തപുരത്ത് മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. മിസോറാം സ്വദേശി തന്നെ സഹപാഠി കസ്റ്റഡിയിൽ. അട്ടപ്പാടിയിൽ അമ്മയെ മകൻ കുത്തിക്കൊന്നു. ഹമാസ് 2014 മുതൽ നടപ്പിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ. ഗാസയിലെ വിവിധയിടങ്ങളിലായി ഹമാസിന്റെ തടവിൽ കഴിയുന്നത് 63 പേർ. മോചനത്തിന്റെ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്ത് ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗം. കൊല്ലത്തെ ട്രെയിൻ അട്ടിമറിശ്രമത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ആവേശപ്പോര്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം ഉച്ചയ്ക്ക്. കുറേ ദിവസങ്ങളായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരമാണ്. അവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നതേയില്ല. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ചേക്കില്ല. സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഉറപ്പിച്ച സർക്കാർ. CPI പിന്തുണ ആനുകൂല്യം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നില്ല എന്ന് CPM. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 14ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതായത് 2 ആഴ്ചയിലേക്ക് കടക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഇപ്പോൾ CPM പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ സംഘടനയും അവിടെ പണിമുടക്കിലുണ്ട്, അല്ലെങ്കിൽ സമരത്തിലുണ്ട്. അവിടെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആശാവർക്കർമാരുടെ സംഘടനകൾ സംയുക്തമായി അവരുടെ ഓണറേറിയം അടക്കമുള്ള അവകാശങ്ങൾക്കായി അവിടെ സമരം നടത്തുകയാണ്. അത് 2 ആഴ്ചയിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പ്രശാന്ത്, കൂടുതൽ വിവരങ്ങൾ. വിനോദ, അതിജീവന സമരം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരാശ മാത്രമാണ് ആശാജീവനക്കാർക്ക് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. അതായത് സമരം പിന്നിടുമ്പോഴും സമരക്കാരെ കാണുവാനോ ഒരു തവണ മാത്രമാണ് മന്ത്രി സമരക്കാരോട് സംസാരിച്ചത്. പിന്നീട് അത്തരം ചർച്ചകളൊന്നും നടന്നുമില്ല. അർഹിക്കുന്ന ആനുകൂല്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ സമരം നടത്തുന്നത്. ആ സമരക്കാരോട് നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. CPIയുടെ ഭാഗത്ത്, അതായത് ഇടതുപക്ഷ മുന്നണിയിലെ പ്രബല സംഘടനയായ CPIയുടെ ഭാഗത്ത് തന്നെ ഈ സമരക്കാരെ അനുകൂലിച്ച്
രംഗത്ത് വന്നിരുന്നു. സി ദിവാകരൻ അടക്കമുള്ള നേതാക്കൾ, AITC അടക്കമുള്ള സംഘടനകൾ ഈ സമരത്തെ അനുകൂലിച്ച് വന്നിരുന്നു. സമരക്കാരെ കാണാതെ പോകരുതെന്ന് സർക്കാരിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ ആ സമരങ്ങളൊന്നും കാണാതെ, അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഇടത് സംഘടനയിൽ നിന്നുള്ള പ്രതിഷേധങ്ങളൊന്നും സർക്കാർ കാണുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ CPI പറഞ്ഞാൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്നടക്കം, അല്ലെങ്കിൽ CPI പറഞ്ഞു കഴിഞ്ഞാൽ സമരക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ അതോടൊപ്പം CPM പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഈ സമരത്തിൻ്റെ, അതായത് ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയുണ്ട്, ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർക്കാർ പറയുന്ന ഒരു സമീപനം, ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു സമീപനം നേരത്തെ സമരം തുടങ്ങിയത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് ഈ സമരം. അതുകൊണ്ട് തന്നെ കാണേണ്ടതില്ല, അല്ലെ സമരത്തിന് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നൊരു സമീപനമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്. അത്തരത്തിലുള്ള ന്യായം പറഞ്ഞവർക്ക് എത്ര നാളെ നിൽക്കാൻ പറ്റും? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ആർക്കും രാഷ്ട്രീയമില്ലെന്ന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയമല്ല, ഓരോരുത്തരും വിശ്വസിക്കുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയം. പക്ഷേ ഇവിടെ സമരം ചെയ്യുന്നവർക്കൊരു രാഷ്ട്രീയമുണ്ട്, അത് പണിയെടുക്കുന്നവൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ അടിയുറച്ചേക്കും. ഇതൊക്കെ വെറും ഈ സമരത്തെ കുറിച്ച് പറയുന്ന വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അവഗണിച്ച് ഇവർക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ നമ്മളെന്തായാലും തീരുമാനിച്ചുറച്ചാണ് വന്നത്. ആ ഡിമാൻഡ് നേടിയെടുത്തോണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. അതായത് പറഞ്ഞ കാര്യങ്ങൾ, ശമ്പള വർധനവൊക്കെ നടത്തിയെന്നാണ് ഇപ്പോഴും സർക്കാർ പറയുന്നത്. പിന്നെ എന്തിന് സമരം എന്ന് ചോദിക്കുന്നു. ആർക്ക് ശമ്പള വർധനവ് നടത്തി? PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ എങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്? അവർ വർദ്ധിപ്പിച്ചത് നമ്മൾ കേട്ടത് PSC അംഗങ്ങൾക്കും KV തോമസിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത്. അത് കേട്ടോണ്ട് ഞങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കട്ടെ, ഓണറേറിയം വർദ്ധിപ്പിക്കട്ടെ, അത് അറിയിക്കട്ടെ, രേഖാമൂലം നമുക്ക് ഉറപ്പ് തരട്ടെ, അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകാം സമരത്തിൽ നിന്ന്. ഒരു തവണ മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തൊരു ചർച്ച നടന്നത്. പിന്നീട് തുടർന്ന് അങ്ങനെ ചർച്ചകൾ വല്ലതും നടന്നിരുന്നു? പിന്നെ അങ്ങനെ ഔദ്യോഗികമായി നമ്മളെ ചർച്ചകൾക്ക് വിളിക്കുക അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. മറിച്ച് വലിയൊരു ജനകീയ പിന്തുണയോടുകൂടിയാണ് ഈ സമരം ഇന്ന് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഇവർ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യം, ഇവിടെ വന്നുപോയ ഈ 14 ദിവസമായി വന്നുപോയ എത്രയോ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇവരുടെ എല്ലാം പിന്തുണയോടെ കൂടിയാണെന്ന് ഈ സമരം മുന്നോട്ട് പോകുന്നത്. അവിടെ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു ഭയപ്പാടുമില്ല. ഇവരിപ്പം നമുക്കെതിരെ പ്രതികാര നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു, ലിസ്റ്റ് കൊടുക്കാൻ പറയുന്നു, വീടുകളിൽ ചെന്ന് ഭയപ്പെടുത്തുന്നു, ജോലി പോകുമെന്ന് പറയുന്നു. ഇതെല്ലാം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ. ഇതൊന്നും കേട്ട് പേടിച്ചോടുന്നവരല്ല ഇവിടെ വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ സമരപ്പന്തലിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇതൊക്കെയാണോ ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്? അതായിരിക്കും അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടുന്നത്, ഇത് ഇടതുപക്ഷ നേതാക്കന്മാർ എന്താ വരാത്തത് ഈ സമരപ്പന്തലിലേക്ക്? തൊഴിലാളികൾ സംഘടിതമായി നിന്ന് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തുമ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ സമരത്തിന് ഐക്യപ്പെടുകയല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടുന്നത്, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ നിലകൊള്ളുന്നത്. തൊഴിലാളികളുടെ സമരത്തിനും ഐക്യത്തിനും അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമരത്തോടൊപ്പം അവർ വരാത്തത്? അതിന് ഉത്തരം പറയേണ്ടുന്നത് അവരല്ലേ, ഞങ്ങളല്ലല്ലോ ഉത്തരം പറയേണ്ടുന്നത്. ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI ഇതിനോട് അനുകൂലിച്ച് വന്നിരുന്നു. AITCയും പറഞ്ഞിരുന്നു, സമരത്തെപ്പറ്റി കാണാതെ പോകരുതെന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് CPM അങ്ങനെ കാണുന്നില്ല? കാരണം സമരപ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നൊരു പാർട്ടി എന്നാണ് CPM പറയുന്നത്. എന്തുകൊണ്ട് CPM കാണാതെ പോകുന്നു? അത് കാണാതെ പോകുന്നതിൻ്റെ എന്താണെന്നുള്ളത് ഉത്തരം പറയേണ്ടത് അവരാണ്. തൊഴിലാളികൾ സംഘടിതമായി നിൽക്കുകയാണ്, ആ സമരത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ധാർമ്മികമായി അവർ ചെയ്യേണ്ടുന്നത്. അത് ചെയ്യുന്നില്ല എന്നുള്ളത് അവരാണ് അതിന് ഉത്തരം പറയേണ്ടുന്നത്. അവർ സമരവിരുദ്ധരാണോ, സമരത്തോടൊപ്പമാണോ, തൊഴിലാളികളോടൊപ്പമാണോ, പണിയെടുക്കുന്നതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണോ എന്നൊക്കെ പറയുന്നത് അവരാണ്. അതിന് ഞങ്ങൾക്കെന്ന് പറയാൻ പറ്റും. നമ്മുടെ ഒരു സംഘടന ഇവിടെ സമരം നടത്തുന്നു, ഒത്തിരി സംഘടനകൾ നമ്മളെ പിന്തുണച്ചു വരുന്നു. ആ പിന്തുണയെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു. ജനങ്ങൾ പിന്തുണയ്ക്കുക, ആ പിന്തുണയെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ കോവിഡ് കാലത്തൊക്കെ ആശാവർക്കർമാരെ വലിയ പ്രാധാന്യത്തോടെയാണ് മന്ത്രിമാരെല്ലാം പറഞ്ഞത്. അതെല്ലാം പൊള്ളയായ വാഗ്ദാനമാണെന്നാണ് ഇപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അല്ല, നമുക്ക് മേലിങ്ങനെ മധുരതരമായ വാക്കുകൾ ചൊരിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പട്ടിണി കിടക്കുന്നതിന് പട്ടിണി മാറ്റാനുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടുന്നത്. വളരെ വലിയ സേവനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്തതെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും പറഞ്ഞു, ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകളും പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ആരുടെയും ഭാഗത്തു നിന്ന് അത്തരത്തിൽ വളരെ അനുകൂലമായൊരു നിലപാടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിവിടെ വന്നിരിക്കേണ്ടി വന്നത്.
ഇനി 10-ാം തീയതി, ഈ മാസം 10-ാം തീയതിയാണ് സമരം ആരംഭിച്ചത്. ഇന്ന് 14 ദിവസം പിന്നിടുന്നു. എന്താണ് തുടർ സമരങ്ങൾ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ഈ സമീപനങ്ങളും സമരങ്ങളും എങ്ങനെയായിരിക്കും? നമ്മളിവിടെ സമരത്തിന് വന്നപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് നമ്മൾ വെച്ച ഡിമാൻഡുകൾ നേടിയെടുക്കാതെ തിരിച്ചു പോകില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ തുടർ സമര പരിപാടിയും. ആ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. രോഹിണി, തുടർ സമരം ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകും. നേരത്തെ തന്നെ പറഞ്ഞ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആനുകൂല്യങ്ങളിൽ, മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലൊരു സമീപനം ഉണ്ടാകുന്നതുവരെ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. എത്ര ദിവസമായിരിക്കുന്നു ഇവിടെ? ഇന്ന് 14ാമത്തെ ദിവസം. 14 ദിവസമായി. സർക്കാരിൻ്റെ ഭാഗത്തൊരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ല. അത് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. പിന്നോട്ടില്ല. അവരിപ്പോൾ ശമ്പളം കൂട്ടിക്കൊടുത്തെന്ന് പറഞ്ഞു. ആർക്കാ PSC കാറിൽ നിന്ന് അവരിലെല്ലാം കൊടുത്തത്, നമുക്കുള്ള ശമ്പളം കൂട്ടാൻ വേണ്ടി. PSC കാർ കൊടുത്തത് അവരിഞ്ഞ് നമുക്ക് കൊണ്ട് തരുമെന്ന് പറഞ്ഞിട്ടാണ് മന്ത്രി കൊടുത്തത്. നമുക്ക് നേരത്തെ തന്നൂടായിരുന്നു. നമുക്ക് കൂട്ടി എന്താണെങ്കിൽ ആ PSC കാർക്ക് കൊടുത്തിട്ട് നമുക്ക് തരേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും അക്കൗണ്ട് നമ്പർ അവർക്കറിയാമല്ലോ. നമ്മളെ തൊഴിലാളികൾക്ക് തന്നാൽ മതി, ഞങ്ങൾക്ക് തന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ശമ്പളം കൂട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ അറിവേ ഉള്ളൂ PSC കാർക്കാണ് കൂട്ടിയെന്നുള്ളത്. അത് നമ്മളെ അക്കൗണ്ടിൽ എന്തായാലും വന്നില്ല. കൂട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വരണം, അപ്പോഴും നമ്മൾ തിരിച്ചു പോകാം. ഈ രാത്രി പകലൊക്കെ എങ്ങനെ ഇരിക്കുവാണ്? എങ്ങനെ ആരോഗ്യ പ്രശ്നം വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര കഷ്ടത്തിലാണ്. രാത്രിയും പകലും ഇവിടെ അറിയാലോ, ഈ തെരുവിലിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത്ര വെയിലാണ്. വെയിലിൻ്റെ ചൂടറിയാലോ. ഒരു അരമണിക്കൂർ പോലും ഞങ്ങൾക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു തൊഴിലാളികളടുത്ത് പോലും 11 മണിക്ക് ശേഷം പണിക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. ആ വെയിലത്താണ് ഞങ്ങൾ രായും പകലും നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര കഷ്ടമാണ്. വലിയ വിഷമത്തിലാണല്ലോ ചേച്ചി? സങ്കടം സഹിക്കാൻ വയ്യ. കാരണം ഞങ്ങൾ ഈ 14 ദിവസം കൊണ്ട് ഈ നിരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വിളി ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരര നിമിഷം കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് തീരാവുന്ന ഈ സമരം അവരെന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേലെ മുഖം തിരിക്കുന്നത് അറിയില്ല. എല്ലാവരുടെയും ചോര ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. ചോരയുടെ നിറം ചുമപ്പാണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. എനിക്കെന്നല്ല, ഈ ആശാ വർക്കർമാർക്കും അറിയാം. ഞങ്ങളെ രാപകൽ കഷ്ടപ്പെടുത്തുന്ന ഈ ബഹുമാനപ്പെട്ട സർക്കാർ അവർ മുഖം തിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പേ മുഖം തിരിക്കുന്നത് പോലെയാണ്. പക്ഷേ ഇതിനുള്ള മറുപടി ഈശ്വരൻ കൊടുക്കും എന്നുള്ള വിശ്വാസമുണ്ട്. ഇതിനുള്ള ഇവർ കാണിച്ച പല കാരണം ഓരോ ഭരണാധികാരികളും കാണിച്ചതിൻ്റെ പേരിൽ ഈ ഭൂമുഖത്ത്, ഈ ഭൂമിയിൽ എത്രയോ പാപങ്ങളുടെ കണ്ണുനീര് വീഴുന്നിട്ടുണ്ട്. ആ കണ്ണുനീരിൻ്റെ ഫലമാണ് ഈ ഉരുൾപൊട്ടലും ഈ വെള്ളപ്പൊക്കവും ഈ മഹാമാരിയും എല്ലാം. ഇതെന്തുകൊണ്ട് അവർ തിരിച്ചറിയുന്നില്ല? നാളത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റുമോ? ആർക്കും നിർവചിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ മറ്റുള്ള ജീവനക്കാരെ പോലെ അവരുടെ ജീവനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല? ഞങ്ങൾക്ക് ഓണറേറിയം തന്നുകൊണ്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അടിസ്ഥാന ശമ്പളം ഞങ്ങൾക്ക് തന്നുകൂടാ? ഈ അവിടെ ഖജനാവിൽ കാശില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ കോടികളാണ് ചെലവിടുന്നത്. കോടികൾ എന്തുകൊണ്ട് കൊടുക്കുന്നു? അതെവിടെ നിന്ന് വരുന്നു? ഖജനാവിലുള്ള പണമല്ലേ അത്? സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. ഞങ്ങൾ ഇവിടെ കിടന്ന് ചത്താലും ശരി തന്നെ അവരത് എന്തോ ചെയ്തോട്ട്. ചേച്ചി, 14 ദിവസമായി ഇവിടെ ഇരിക്കുകയാണല്ലേ? ഇതുവരെ ഒരു തീരുമാനമാകുന്നില്ല. സർക്കാരിന്റെ ഭാഗത്ത് ഒരു തീരുമാനമാകുന്നില്ല. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളുടെ അവകാശം തന്നാലേ ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. ഇവിടെ കിടന്ന് മരിച്ചാലും ശരി തന്നെ സാർ. ഇവിടെ കൊതുകടി, പൊടി എല്ലാം ഒന്നും ലൈറ്റ് വെട്ടല്ല, 1-2 വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. എങ്കിലും വേണ്ടില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസയാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അധ്വാനിച്ച കാശാണ്. ഞങ്ങൾക്ക് മഴയും വെയിലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ തീയിൽ കുരുത്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെയിലും മഴയും എത്ര വേണോ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ അവകാശം, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. തരാതെ ഞങ്ങൾ ഇവിടുന്ന് 1 ഇഞ്ച് നീങ്ങി. പക്ഷേ വലിയ കാര്യം ഞാൻ പറയാം സാറ്, ഇവിടെ ഞങ്ങൾക്ക് പാർട്ടിയില്ല. ഞങ്ങൾ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ യൂണിയനേ ഉള്ളൂ. ആ ഒരു പാർട്ടി ഞങ്ങൾ വനിതകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ബാക്കിയുള്ള പാർട്ടിക്കാരും പൊതുജനങ്ങളും എല്ലാം സഹായിച്ചാണ്, ഞങ്ങൾ പിന്തുണച്ചും സഹായിച്ചാണ് ഞങ്ങളിപ്പോൾ ഈ നിലയിൽ ഇവിടെ എത്തിയത്. ഇവിടെ പയറും കഞ്ഞിയാണെങ്കിൽ പയറും കഞ്ഞി, ഉപ്പൊഴിച്ചാണെങ്കിൽ ഉപ്പൊഴിച്ച്, എല്ലാത്തിനോടും ഞങ്ങൾ സഹകരിച്ച് ഞങ്ങൾ പോകും. പക്ഷേ ഞങ്ങൾ അധ്വാനിച്ച്, മഴയത്തും വെയിലത്തും അധ്വാനിച്ച കാശ് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അധ്വാനിക്കാനും ഞങ്ങൾ ഇനിയും തയ്യാറാണ് അധ്വാനിക്കാൻ. പക്ഷെ ഞങ്ങളെ പേടിപ്പെടുത്തി ഓട്ടിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ മാനസികമായി തകർന്നു പോകും. ഇനി തകർക്കരുത്, ദയവ് ചെയ്ത് തകർക്കരുത്. അവർ ഞാൻ 93 കയറിയതാണ്. 1993 MSSH വർക്ക് ചെയ്തതാണ് സാർ.
അതിൻ്റെ പേരിൽ എന്നെ പട്ടി കടിച്ചു ഓട്ടിച്ച് പട്ടിയെ പേടിച്ച് ഓടി മുള്ളുകമ്പിയുടെ പുറത്തൂടെ വീണ് അവിടെ നിന്ന് കാല് ഇരുമ്പ് തുരുമ്പായി ഇഞ്ചക്ഷൻ എടുക്കാതെ ഒക്കെ ആയി ഞങ്ങൾ അവിടെ ആ ജനലാശുപത്രിയിൽ 3 മാസം 4 വർഷം വരെ ഞാൻ നടക്കില്ലായിരുന്നു സാറേ. 4 വർഷം വരെ ഞാൻ നടക്കില്ലായിരുന്നു. പിന്നെ വീണ്ടും കാല് ശരിയായി വീണ്ടും ഞാൻ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് 2008 കയറിയതാണ് വീണ്ടും ആശാ വർക്കറായിട്ട് കയറി. ഞാനിതാ ഇപ്പോൾ ജോലി ചെയ്യുന്നു. പക്ഷേ എല്ലാ ജോലിയും ഞാൻ സ്മാർട്ടായിട്ട് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് തന്നെയാണ് പോയി വർക്ക് ചെയ്യുന്നത്. പക്ഷെ കയ്യിൽ തിരിച്ച് ഞങ്ങൾക്ക് ആ കാശ് കിട്ടുന്നില്ല. ആ കാശ് ഒരു കാശ് പോലും കിട്ടുന്നില്ല. ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ട് തന്നെ പോകുന്നുള്ളൂ അല്ലേ? ആനുകൂല്യം വാങ്ങിക്കൊണ്ടേ പോകുള്ളൂ. ഒരു 10 രൂപയായാലും ഞങ്ങൾക്ക് ആനുകൂല്യം തന്നേ പറ്റും. ഞങ്ങൾ ആവശ്യപ്പെട്ട തന്നേ പറ്റും. സ്ത്രീ സുരക്ഷയെ പറ്റി വാചാലമാവുന്ന സർക്കാരാണ്. ഒരുപറ്റം സ്ത്രീകൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം ആഴ്ചകൾ പിന്നിടുന്നു. എന്ത് പറയുന്നു? പൊതുജനം ഇത് കേൾക്കുമ്പോൾ അവർ പരിഹാസ ചിരി ഉയർത്തുന്നതും പലയിടത്തുനിന്നും. വനിതാ മതിലും സുരക്ഷയും രാത്രി നടത്തവും ഒക്കെ സംഘടിപ്പിച്ച സർക്കാർ പൊരുവെയിലത്തും മഞ്ഞു പെയ്യുന്ന രാത്രിയും കൊതുകടിയും കൊണ്ട് ഈ തെരുവോരത്ത്, അതായത് സെക്രട്ടറിയുടെ മുമ്പിൽ 2 ആഴ്ചക്കാലം പിന്നിടുകയാണ് ഈ വനിതകളുടെ സമരം, രാപ്പകൽ സമരം. അത് വെറുമൊരു സാധാരണ സമരമല്ല. നമ്മുടെ സെക്രട്ടറിയുടെ മുമ്പിൽ ചരിത്ര സമരങ്ങൾ എടുത്തു നോക്കിയാൽ വനിതകൾ നടത്തിയ വേണമെങ്കിൽ ചരിത്രപരമായ ഒരു സമരമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം രാപ്പകലും ഞങ്ങളിവിടെ തന്നെയുണ്ട്. സാധാരണ പകൽ വന്ന് കുറച്ച് സമരം കാട്ടിക്കൂട്ടി പോയിട്ട് രാത്രി ഒരു ആളോ അല്ലെങ്കിൽ അവർ പിറ്റേന്ന് വന്നിരിക്കും പോലെയല്ല. ഞങ്ങളുടെ വീട്ടിൽ കഴിയുന്ന പോലെ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. കുട്ടിയും കുടുംബവും ഞങ്ങളെ ബന്ധുക്കളെയൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം ഇരിക്കുന്ന എല്ലാ ആശാ വർക്കർമാർക്കും സങ്കടത്തിൻ്റെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഓരോ വീടുകളിൽ നിന്നുള്ള ഓരോ വീടിൻ്റെയും അത്താണികളാണ് അവർ. വലിയ വേതനമൊന്നുമില്ല. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലുമുള്ള ആശാ വർക്കർമാർ അവർക്ക് അവകാശപ്പെട്ട ഓണറേറിയം അവരുടെ ആനുകൂല്യമൊക്കെ ചോദിച്ച് ഈ പൊരിവെയിലത്ത് അവിടെ സംസാരിക്കുന്ന ആ സ്ത്രീകൾ പറയുന്നുണ്ടല്ലോ, ഈ പൊരിവെയിലത്ത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തത്ര ചൂടാണ്. ആ ചൂട് സഹിച്ചാണ് സെക്രട്ടേറിയറ്റ് നടയിൽ അവർ ആനുകൂല്യത്തിനായി മുറവിളി കൂട്ടുന്നത്. പ്രശാന്ത്, അവിടെ ഇരിക്കുന്ന എല്ലാവരും, പ്രശാന്ത് ഒരു കാര്യം കൂടി അവരോട് ചോദിക്കുമെന്ന് കരുതുന്നു. ഇവർ സമരം നടത്തുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ സംഘടനയുണ്ട്, ചുവന്ന കൊടിയുണ്ട് അവരുടെ കയ്യിൽ, കോൺഗ്രസിന് അനുകൂലിക്കുന്ന സംഘടനകളുണ്ട്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇവരുടെ സംഘടന അറിയുന്നില്ല എന്നുള്ളതാണോ? അതുകൂടി അവരാരെങ്കിലും പ്രതികരിക്കുമോ പ്രശാന്ത്? അതിൽ CPM-ൻ്റെ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികൾ എല്ലാവരുമുണ്ട്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരുമുണ്ട്. എന്നിട്ടും എന്ത് ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഈ സമരത്തെ കണ്ടില്ല നടിക്കുന്നത് എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയത്, ഇപ്പം ഞങ്ങളുടെ CIT എന്നൊരു സംഘടനയോടുകൂടി ആശാ വർക്കേഴ്സ് പ്രവർത്തിച്ചു. അവർ DPM-ൻ്റെ ഓഫീസിൽ ഫെബ്രുവരി 6-7 തീയതികളിൽ അവിടെ ഒരു സമരം നടത്തി. അവർ കുറച്ച് നേരം ഇരുന്ന് അവർ പോയിട്ട് വന്ന് അവർ പിറ്റേന്ന് പറഞ്ഞത് ഞങ്ങൾ സമരം നടത്തി, ക്രൈറ്റീരിയ 5 എണ്ണം ആക്കി, 10 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം ആക്കിയിട്ടുണ്ട്, OTP മാറ്റി. ഞങ്ങൾ OTP മാറ്റാനും ക്രൈറ്റീരിയ മാത്രം എടുത്ത് കളയാനും ക്രൈറ്റീരിയ പൂർണ്ണമായി എടുത്ത് കളയണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. പക്ഷേ OTP മാറ്റാനല്ല. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ആശാ വർക്കർമാർക്കും ശൈലി എന്നൊരു ആപ്പ് ചെയ്യുന്നതിന് OTP ഒക്കെ എടുത്ത് ചെയ്യാൻ അവർക്ക് അറിയാം, അവർ പഠിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മിനിമം വേതനം നൽകുക, മാന്യമായി ജീവിക്കാനുള്ള, തൊഴിലെടുക്കുന്ന യാതൊരു വ്യക്തിക്കും മാന്യമായി, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു വേതനം നൽകുക, ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെറും കൈയോടെ ആർക്കും ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഞങ്ങളുടെ കുടുംബത്തെ ആദ്യം സന്നദ്ധ പ്രവർത്തനമായിട്ട് കയറി വരാം. സന്നദ്ധ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു വ്യക്തിയാണ്, എൻ്റെ സമയവും എൻ്റെ കാര്യങ്ങളും പോയിട്ട് താങ്കളെ സഹായിക്കാൻ ഞാൻ കണ്ടെത്തുന്ന സമയത്തെയാണ് സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് അന്നേരം സർക്കാർ ചെറിയൊരു അവർക്കൊരു അലവൻസ്, ചിലപ്പോൾ ഒരു യാത്രാക്കൂലിയായിട്ടായിരിക്കും അന്നത് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മാറി. ഇപ്പോൾ നിർബന്ധിത ജോലിയാണ്. സർക്കാർ വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് വിട്ടു പോകണം, കടമേടിച്ചെങ്കിലും പോകണം. ഇപ്പോൾ അവസാനം നടത്തിയ പ്രോഗ്രാമായിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് ടാഗോർ തിയേറ്ററിൽ നടത്തിയ പ്രോഗ്രാം. ഞാൻ അടുത്ത വീട്ടിൽ നിന്നുള്ള ആട്ടോ ചേട്ടനോട് 100 രൂപ കടം വെച്ചിട്ടാണ് ഓട്ടോ പിടിച്ച് വിടുന്നത്. കാരണം എൻ്റെ UPHSയിലെ ആശാ ലീഡറാണ് ഞാൻ. അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ പോലും ഈ ശമ്പളം തികയുന്നില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ 232 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും? അവർ പറയുന്നത് 13,000, 13,500. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയകളുണ്ട്. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ആർക്കോ എവിടെയോ കിട്ടിയ ഒരു തുക എടുത്ത് കാണിച്ചുകൊണ്ട് അത് പറയരുത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വിഹിതം തരുന്നത്. പക്ഷേ ഞങ്ങൾ പണിയെടുക്കുന്നത് സർക്കാർ, നമ്മുടെ ഇവിടുത്തെ കേരള സർക്കാരിന് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ മേടിച്ച് തരേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനാണ് ഉള്ളത്. അല്ല ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഞാൻ ആശമാനെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് തന്നു പറഞ്ഞു കഴിഞ്ഞു.
കേന്ദ്രത്തിന് ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ജനങ്ങളുടെയും ആശാമാരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നത് അവിടെ നിന്ന് കിട്ടിയില്ല എന്ന്. അങ്ങനെയല്ല, ആരോഗ്യ മന്ത്രാലയത്തിനുള്ള കീഴിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും രോഗികളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേക ഫണ്ടും, പ്രകൃതി സംബന്ധമായ ദുരന്തങ്ങളും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അത് അന്നേരത്തെ കണക്കെടുത്തിട്ടാണ്, അത് വേറെ വിഹിതമാണ്. അല്ലാതെ ഞങ്ങൾ മണ്ടരാണ്, ഞങ്ങൾ ആരെങ്കിലും കുത്തിത്തിരിപ്പിച്ച് വിട്ടതാണെന്നും പറയരുത്. ഞങ്ങൾക്കിടയിൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. മുമ്പ് 8ാം ക്ലാസ് പാസ്സായവരാണ് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ഉള്ളവരും +2 ഉള്ളവരും PG ഉള്ളവരും B.Ed എടുത്തവരും ഉണ്ട്. ഞാനും ഡിഗ്രി പഠിച്ച ഒരാളാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ചിന്തിക്കാനും പറയാനുള്ളൊക്കെ ബുദ്ധിയുണ്ട്. ഞങ്ങൾ ആരെങ്കിലും കുത്തിത്തിരിപ്പിച്ചിട്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ആട്ടിത്തെളിച്ച് വരുന്നവരല്ല. ഞങ്ങൾ സ്വയം സന്നദ്ധരായി വന്നവരാണ്. ഈ സമരം ഞങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങളുടെ ജീവൻ പണയം വെച്ചാൽ പണയം എടുത്തത്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഈ സമരം ജയിച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ, അല്ലെങ്കിൽ മരണം വരെ ഇവിടെ തന്നെ. ഇതാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനം. കിട്ടിയേ പറ്റൂ, അവകാശം തന്നേ പറ്റുള്ളൂ. ഞങ്ങൾ ലക്ഷങ്ങളൊന്നും അവരോട് ചോദിക്കുന്നില്ല, ഒരുപാട് ലക്ഷങ്ങൾ ചോദിക്കുന്നില്ല. 18 വർഷക്കാലം അല്ലെങ്കിൽ 10-20 കൊല്ലക്കാലം ഈ സർക്കാരിനെ സർവീസ് കൊടുത്ത് പോകുമ്പോഴത്തേക്ക് മാന്യമായ ഒരു റിട്ടയർമെൻറ്റ് ആനുകൂല്യം, അത് 5 ലക്ഷം രൂപയെങ്കിലും കിട്ടണമെന്നുള്ളത്. ഇന്നത്തെ കാലം അറിയാലോ, വൃദ്ധ മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്നൊരു സമൂഹമാണ്. അപ്പോൾ നമുക്കൊരു ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരവും മരുന്നും അവർ തരും, അവരെ സന്തോഷം. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർക്ക് സേവനം ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് മോങ്ങിക്കൊണ്ടിരുന്ന എവിടെ നിന്ന് തരുമെന്ന് പിള്ളേർ ചോദിക്കും. കാരണം തൊഴിലില്ലായ്മയുടെ കാലമാണ്, കാണുന്നില്ലേ? തൊഴിലില്ലായ്മ ഇല്ല, തൊഴിലില്ലായ്മയാണ് ഉള്ളത്. നമുക്ക് രാജ്യത്ത് തൊഴിലില്ല, അതാണ്. എന്നിട്ടാണ് PSC ചെയർമാൻ ഇവിടെ ഇന്ന് സമരമാണ്. CPO കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ ഇവിടെ പ്രദർശനം നടത്തിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് വിനോദ്, രോഹിണി. നമുക്കറിയാം ഈ കോവിഡ് സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ ഈ കർമ്മനിരതരായി നിന്നൊരു വിഭാഗമാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ കൊറോണയുടെ ഒരു വലിയ സംക്രമണം നടക്കുന്ന കാലം, ജനങ്ങൾ പേടിച്ച് വീട്ടിലിരിക്കുന്ന കാലം, ലോക്ക്ഡൗൺ സമയത്തെല്ലാം അവിടെ ഈ ആശാപ്രവർത്തകർ ഓരോ വീടുകളിലും ചെന്നെത്തുകയും രോഗനിർണയമുള്ളവർക്ക് അവരെ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങി നടന്നതും ഈ വീടുവിടാന്തരം പോകുന്നതും, അതായത് സ്വന്തം ജീവിതം കളഞ്ഞുകൊണ്ട് പേടിപ്പെടുത്തുന്നൊരു സമയമാണ് നമുക്കറിയാം ഈ കോവിഡ് സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് പോലും സ്വന്തം ജീവിതവും ജീവനും ഒന്നും വകവെൽക്കാതെ പണയപ്പെടുത്തിക്കൊണ്ട് ഈ കർമ്മനിരതരായി നടന്നുകൊണ്ട് സേവന പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാത്തമായ മാതൃക കാണിച്ചൊരു വിഭാഗമാണ് ആശാപ്രവർത്തകർ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളൊരു വിഭാഗമാണ് ഇന്ന് ഈ തെരുവിൽ 14 ദിവസം അലയുന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ സ്ത്രീ സുരക്ഷയൊക്കെ പറയുമ്പോൾ ഈ തെരുവിൽ തന്നെ രാവും പകലും ഇവർ താമസിക്കുന്ന സാഹചര്യം, പ്രാഥമിക കൃത്യത്തിൽ പോലും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ട് ഒരുപറ്റം വനിതകൾ ഈ തെരുവിൽ അലയുമ്പോൾ ഈ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ 200 രൂപയെല്ലാം ഇന്നത്തെ കാലത്ത് കിട്ടുന്നു എന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ 200 രൂപയാണ് ലഭിക്കുന്നത് പറയുന്നത് തന്നെ ഏറ്റവും അത്ഭുതം തോന്നുന്ന ഒരവസ്ഥയാണ്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ സമരത്തോട് സർക്കാരിൻ്റെ മുഖം തിരിച്ച് നിൽക്കുന്ന സമീപനം എന്ന് പറയുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ പണം നൽകാത്തതാണ് ഇതിന് കാരണമെന്നെല്ലാമാണ് ഇവർക്ക് അതായത് ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ്. കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്നാൽ അതിന് മറുപടിയായിട്ട് കേന്ദ്രം തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര കോടി രൂപ കൊടുത്തു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം എത്ര അനുഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥതയും സംസ്ഥാന സർക്കാർ ഇതിനോട് കാണിക്കുന്ന ഒരു സമീപനവുമാണ് ഇത്തരം ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ സന്നദ്ധ പ്രവർത്തകർക്കെല്ലാം അവരുടെ അടിസ്ഥാന ശമ്പളം പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ PSC അവർ തന്നെ പറയുന്നു, PSC ചെയർമാന് 4 ലക്ഷം രൂപയാണ് ഒരു മാസം ലഭിക്കുന്നത്. എന്ത് ചെയ്തിട്ടാണ്? കേവലം രാഷ്ട്രീയ നിയമനങ്ങളായി വന്ന PSC ചെയർമാനും അതോടൊപ്പം തന്നെ അംഗങ്ങൾക്കുമടക്കം 4 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കിട്ടുമ്പോഴാണ് ഇത്തരത്തിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗം പാവങ്ങൾക്കിടയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ സ്വന്തം ജീവിതവും എല്ലാം ഇതിൽ സമർപ്പിച്ചുകൊണ്ട് തെരുവിൽ അലഞ്ഞുകൊണ്ട് പാലിയേറ്റീവ് കെയർ ആയാലും ശരി, കിടപ്പ് രോഗികളടുത്തും എല്ലാം പോയി അവരുടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം, മറ്റ് സർക്കാരിന് വിളിക്കുന്ന എല്ലാ പരിപാടിക്കും പോവുകയും അതിന് പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തോട് കാണിക്കുന്ന ഒരു അവഗണന, ആ അവഗണന തുടരുന്നൊരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. CPM ഭരിക്കുമ്പോഴാണ്, അതായത് സമരങ്ങളിലൂടെ വന്ന് സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇപ്പോഴും CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം സമരഗാനങ്ങളും സമരത്തെപ്പറ്റി ഘോരം പ്രഭാഷണം നടത്തുന്നവരാണ് CPM-കാർ. ആ CPM ഭരിക്കുമ്പോഴാണ് ഈ വനിതകൾ തെരുവിൽ ഈ സമരവുമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ദുരവസ്ഥ. അതിൽ ഏറെ ദുരവസ്ഥ എന്ന് പറയുന്നത് ഈ സമരക്കാരോട് കാണിക്കുന്ന സർക്കാരിൻ്റെ സമീപനമാണ്. സർക്കാർ ഈ സമരത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു പക്ഷം രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം ഈ വനിതകൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നേരത്തെ മന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ളവർ സമരക്കാരെ ആക്ഷേപിച്ച് രംഗത്ത് വരികയും അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചുകൊണ്ട് ഈ സമരവേദിയിൽ തന്നെ അവർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു.
സമരവേദിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടും ഇപ്പോഴും ഈ സമയത്തും സർക്കാർ പറയുന്നത് ഇത് രാഷ്ട്രീയ സമരമാണ് എന്ന് തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ പോരാട്ടം ഇവിടെ തുടരും എന്ന് തന്നെയാണ് ഈ ആശാ വർക്കേഴ്സും അറിയിക്കുന്നത്. അവസാന നിമിഷം വരെ അവർ ഉന്നയിച്ച കാര്യങ്ങൾ ഇതൊരു രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമുള്ളത് ഇതിൽ പങ്കെടുക്കുന്നവർക്കാണ്, പക്ഷേ സമരത്തിനും സമരസമിതിക്കും ഒരു രാഷ്ട്രീയമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. ഇന്ന് 14ാം ദിവസമാണെങ്കിൽ ഇതിൽ കൂടുതൽ ദിവസം ഇരിക്കേണ്ടി വന്നാലും ഈ പറയപ്പെട്ട ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷനും പറയുന്നത്. അതെ, ആശാ വർക്കർമാർ നമ്മൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ അടക്കമുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് ആശാ വർക്കർമാർ. അതിൽ എല്ലാവരും സ്ത്രീകൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഭൂരിപക്ഷം 99% ആശാ വർക്കർമാർ വനിതകൾ തന്നെയാണ്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. ഈ അടുത്ത ദിവസമാണ്, നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ PSC ചെയർമാന് 4 ലക്ഷത്തോളം രൂപ മാസശമ്പളം കൊടുക്കാൻ തീരുമാനമെടുക്കുമ്പോഴാണ് ഓണറേറിയം പോലും ഈ പാവപ്പെട്ട വനിതാ ആശാ വർക്കർമാർക്ക് സഹായം നൽകാതെ സർക്കാർ അവരെ അവഗണിക്കുന്ന സമീപനം തുടരുന്നത്. അതുകൊണ്ട് തന്നെ അവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ നട്രാണി വെയിലത്തും അവർ സമരം തുടരുകയാണ്. അതുമാത്രമല്ല, സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും, മരണം വരെ സമരം എന്ന് തന്നെയാണ് അവർ നിശ്ചയദാർഢ്യത്തോടുകൂടി പറയുന്നത്. അവരുടെ പരാധീനതകളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആവലാതികൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അവിടെ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്താണ് തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. നമുക്കിനി ഒരു അന്തർദേശീയ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. 2014 മുതൽ തടവിലാക്കിയ എല്ലാ ബന്ദികളുടെയും മോചനം ഉടൻ വേണമെന്ന് ഹമാസിനോട് ഇസ്രായേൽ. 63 പേർ ഗാസയിൽ ഹമാസിന്റെ തടവിൽ കഴിയുന്നുണ്ട്. വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിൽ എല്ലാവരുടെയും മോചനം ഉറപ്പാക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചർച്ച ചെയ്തു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, തീർച്ചയായും ഇന്നലെയാണ് ഇത്തരത്തിൽ ബന്ദികളുടെ മോചനം, അവസാനഘട്ട ബന്ദികളുടെ മോചനം നടന്നത്. അവസാനഘട്ട ബന്ദികളുടെ മോചനം 6 പേരുടെ മോചനം നടന്നപ്പോൾ അതിൽ ഒരാളെ നമുക്കറിയാവുന്നതാണ്, ഹിഷാം എന്ന് പറയുന്ന വ്യക്തി. 2014 മുതൽ ഇത്തരത്തിൽ തടവിൽ കഴിയുന്ന വ്യക്തിയായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 2014 മുതൽ വിവിധ സംഘർഷങ്ങളിലായി വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടുപോയി പലയിടങ്ങളിലായി താമസിപ്പിക്കുന്ന നിരവധി പേരുണ്ട്. ഇവരുടെ എല്ലാം തന്നെ മോചനം സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനമുണ്ടാകണമെന്ന കർശന നിലപാടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നിലവിലെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം നവംബർ 2023 ഒക്ടോബർ 7 നടന്ന ആ പ്രശ്നത്തെ തുടർന്ന് ബന്ദികളാക്കിയവരിൽ എല്ലാവരെയും വിട്ടുകൊടുത്തിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ചിലരുടെ ഇത് വിട്ടുകൊടുത്തിരിക്കുന്നു. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന അന്നത്തെ സംഘർഷത്തിൽ പിടികൂടപ്പെട്ടവരെ മുഴുവൻ മോചിപ്പിച്ചു എന്ന് പറയുമ്പോഴും 2014 മുതൽ നിരവധി പേർ അവിടെ കഴിയുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമുണ്ട്. ചിലരെല്ലാം തന്നെ അവരുടെ പേരൻസ് എല്ലാം തന്നെ അത്തരത്തിൽ തടവിൽ കഴിയുന്ന കൗമാരക്കാരുടെ രക്ഷിതാക്കളെല്ലാം തന്നെ കർശനമായ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അവരുടെ മുന്നിലൂടെയാണ് ഈ 2023 പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിച്ചത്. അവരെ അവിടെ തന്നെ നിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്നെല്ലാം തന്നെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുഴുവൻ ബന്ദികളുടെയും മോചനം, അതായത് 2014 മുതൽ പല ഘട്ടങ്ങളിലായി 1-2 പേരായി പിടികൂടപ്പെട്ട് ചിലരെയൊക്കെ മടക്കി അയച്ചിട്ടുണ്ട്, ചിലരെ മടക്കി അയച്ചിട്ടില്ല. അങ്ങനെ അത്തരത്തിൽ മടക്കി അയക്കാതെ അവിടെ കഴിയുന്ന 63 പേരുടെ കണക്കാണ് പുറത്തു വരുന്നത്. ഇതിൽ പകുതിയോളം പേർ മരിച്ചിരിക്കാം, അതായത് 2014 മുതലുള്ള കണക്കാണ് ഇസ്രായേൽ പുറത്തുവിടുന്നത്. പകുതിയോളം പേർ മരിച്ചിരിക്കാം എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെയുള്ള ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ മോചനം ഉടൻ ഉണ്ടാകണം, അല്ലെങ്കിൽ നേരത്തെ ഈ ദീർഘകാല 10 വർഷത്തോളമായി അവിടെ തുടരുന്നവരുടെ മോചനം ഉടൻ തന്നെ ഉണ്ടാകണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കർശനമായ നടപടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനുവേണ്ടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ബന്ദികളുടെ മോചനത്തോടൊപ്പം തന്നെ ഇസ്രായേൽ തടവിലാക്കിയ പാലസ്തീൻ യുദ്ധ തടവുകാരെ മോചിപ്പിക്കണമെന്നൊരു കരാറുണ്ട്. അതിലെല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനമെടുക്കണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്ന നിലപാടിലാണ്. ആ നിലപാട് വ്യക്തമാക്കുന്നതിനും അത് സംബന്ധിച്ച തുടർ നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനും അതിന് ഏത് രീതിയിലുള്ള അന്താരാഷ്ട്ര പിന്തുണയാണ് നേടേണ്ടത്, അതുപോലെ തന്നെ സൈനിക നടപടി ആവശ്യമുള്ളതുണ്ടോ എന്നീ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ക്യാബിനറ്റ് ചേർന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 2-3 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ക്യാബിനറ്റ് യോഗം ചേർന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർ നടപടികൾ ഇനിയും ഉണ്ടാകുമോ എന്ന് നമ്മൾ കൃത്യം കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതേസമയം മറ്റു അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2ാം ഘട്ട വെടിനിർത്തൽ, അടുത്ത ശനിയാഴ്ച മുതൽ 2ാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കുന്നത്. അതിൽ ഈ ബന്ദികൾ
ബന്ദികളുടെ കൂടി മോചനം സാധ്യമാവുകയും അതിനോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റം, 2 കാര്യങ്ങളാണ് രണ്ടാം ഘട്ട വെടിനിർത്തലിൽ നടപ്പാവുക. ഇപ്പോൾ അടുത്ത ശനിയാഴ്ച മുതൽ ആരംഭിക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തലിൽ സൈനിക പിന്മാറ്റവും അതിനോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റം എന്ന് പറയുമ്പോൾ ചില മേഖലകളിൽ ഇപ്പോഴും സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലിൻ്റെ ഗാസയിലെ സൈനിക സംവിധാനങ്ങളെ ഒരേ സമയം പിൻവലിക്കുകയും സമാനമായി മുഴുവൻ ബന്ദികളുടെയും നേരത്തെ ഉണ്ടായിരുന്ന ബന്ദികളുടെ ഉൾപ്പെടെ മോചനം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടാം ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ നീക്കം. മൂന്നാം ഘട്ടത്തിൽ സ്വാഭാവികമായും തകർന്നടിഞ്ഞ ഗാസ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക എന്ന ഒരു നടപടിക്രമവും കൂടിയുണ്ട്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകേണ്ടത്. രണ്ടാം ഘട്ടത്തിലേക്ക് അടുത്ത ശനിയാഴ്ച മുതൽ കടക്കാനിരിക്കുന്നു. അടുത്ത ശനിയാഴ്ച മുതൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന കർശന നിലപാടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഗാസയെ ഏറ്റെടുക്കാനുള്ളൊരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. കാര്യങ്ങൾ ആ വഴിക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ, ഈ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ചാമ്പ്യൻസ് പോരാട്ടം. ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് പോരിൻ്റെ ആവേശത്തിൽ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മുതലാണ് മത്സരം. ജയിച്ചാൽ ഇന്ത്യ അടുത്ത റൗണ്ട് പ്രവേശനം ഉറപ്പാക്കും. അതേസമയം പാകിസ്ഥാന് സെമി പ്രതീക്ഷ നിലനിർത്താൻ ഇന്ന് ജയം അനിവാര്യവുമാണ്. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു. ഷിൻസ്, ഇന്നാണ് ആവേശപ്പോര്. ദുബായിൽ നിന്ന് ഷിൻസ് ഇപ്പോൾ ഈ കളിയുടെ ആവേശം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഈ ആവേശപ്പോരിൽ ഇന്ത്യ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷകൾ വളരെയേറെയാണ്. ദുബായിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ഷിൻസ് സെബാസ്റ്റ്യൻ. ഗുഡ് മോർണിംഗ് വിനോദൻ രേണുക. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ, ക്രിക്കറ്റ് പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ 2ാമത്തെ മത്സരത്തിനായി ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നു. 2ാമത്തെ മത്സരം എന്നതിനേക്കാൾ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തിയിരിക്കുകയാണ്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്കാണ് മത്സരം. അതായത് ഇന്ത്യൻ സമയം 2:30ക്കാണ് ഇന്ത്യയുടെ മത്സരം. ന്യൂസിലാൻഡിനോടേറ്റ തോൽവിയുടെ ക്ഷീണത്തിൽ, അത് 60 റൺസിൽ തോറ്റ ശേഷം പാകിസ്ഥാൻ എത്തുന്നു. എന്നാൽ ബംഗ്ലാദേശിനെ ആധികാരികമായി തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. രണ്ട് ടീമിനും ടൂർണമെന്റിൽ സെമിയിലേക്ക് കടക്കണമെങ്കിൽ ഇതിൽ ജയിക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് അടുത്ത കളിയിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാണെങ്കിലും സെമിയിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ പാകിസ്ഥാൻ ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ന് ഇന്ത്യയോട് തോറ്റു കഴിഞ്ഞാൽ അവരുടെ സെമി പ്രതീക്ഷകൾ ഏറെ അസ്തമിക്കുന്നതായിരിക്കും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ന് നിറഞ്ഞു കവിയുമെന്ന ഉറപ്പാണ്. അതായത് ഈ മാച്ചിന്റെ ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തി മിനിറ്റുകൾക്കകമാണ്, അതായത് 5 മിനിറ്റുള്ളാണ് ടൂർണമെന്റ് മാച്ചിന്റെ ടിക്കറ്റുകൾ വിറ്റു തീർന്നത്. അതുകൊണ്ട് തന്നെ അത് വാങ്ങിയത് ഇന്ത്യൻ ആരാധകരാണ്. ഇന്ത്യൻ പ്രവാസികൾ, 40 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് UAE. അവിടുത്തെ ടിക്കറ്റുകൾ വാങ്ങിക്കൂട്ടിയത് ഇന്ത്യൻ പ്രവാസികളാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു ആനുകൂല്യം, അതായത് ഗാലറിയുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കും. കഠിനമായ പരിശീലനമാണ് ഇരു ടീമുകൾ നടത്തിയത്. അതിൽ എടുത്തു പറയേണ്ടത്, ഇന്നലെ പാകിസ്ഥാൻ അധിക പരിശീലനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാനായി അധിക പരിശീലനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും കാര്യമായ പരിശീലനം, അതായത് ഇന്ത്യ ഒരു കളി ഇവിടെ നേരത്തെ കളിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ കളിച്ചതിന് ശേഷമാണ് ദുബായിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അവർ അധിക പരിശീലനം നടത്തി ഇന്ത്യ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയാണ്. പക്ഷേ ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ അടുത്ത് നടന്ന ഒരു വലിയ മേജർ ടൂർണമെന്റുകളൊന്നും പാകിസ്ഥാൻ ഇന്ത്യ തോൽപ്പിക്കാനായിട്ടില്ല. അതിന്റെ ആത്മവിശ്വാസം ഇന്ത്യയെ കരുത്തേക്കും. അതുപോലെ തന്നെ ബോളിംഗിലാണെങ്കിലും ബാറ്റിംഗിലാണെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഇന്ത്യയെ ബാധിക്കുന്നില്ല. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങളുണ്ട്. അവിടെ ഫക്കർ സൽമാൻ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന് പകരം ഇമാം മുഹമ്മദിനെയാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ സംബന്ധിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. അത് വിരാട് കോഹ്ലിയുടെ ഫോം മാത്രമാണ് ചെറിയൊരു ആശങ്ക. പക്ഷേ അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ഏത് കളിയിലും തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു താരമാണ് വിരാട് കോഹ്ലി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാണ് ഈ കളിയിൽ ഒരു മേൽക്കൈ ഉണ്ടാവുക. ആരാധക പിന്തുണ എത്തുമ്പോൾ ഇന്ത്യക്ക് കുറച്ചുകൂടെ കളിക്കാൻ ഒരു എനർജി ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോരുത്തരും ഒരു സ്റ്റേഡിയത്തിലേക്ക് എരച്ചെത്തി എന്താ പറയാ, ഇന്ത്യക്ക് ഒരു വിജയം കിട്ടാനായി പ്രാർത്ഥനയോടെയും അല്ലെങ്കിൽ ഗാലറി ആരമൊഴുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് വിനോദ്. ഷിൻ സെബാസ്റ്റ്യൻ, ഷിൻസിൻ്റെ വാക്കുകളിൽ ആ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയുടെ വിജയം പ്രതീക്ഷിച്ച് നിരവധി ആളുകൾ ടിക്കറ്റ് 5 മിനിറ്റിനകം തന്നെ ആ കളി കാണാനുള്ള ടിക്കറ്റ് 5 മിനിറ്റിനകം തന്നെ വിറ്റു തീർന്നു എന്നുള്ളതാണ്. ഷിൻസ്, അവിടെ എന്തായാലും ഇന്ന് ത്രിവർണ്ണ പതാക ആ സ്റ്റേഡിയത്തിൽ പാറിക്കളിക്കും, ആവേശം വാനോളം ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷിൻസ് അത് പറയുകയും ചെയ്തു. പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മളൊന്ന് അറിയാൻ വേണ്ടിയാണ്, അവർക്ക് അവിടെ ആരാധകരുണ്ടോ?
അവർ വിജയം അല്ലെങ്കിൽ അവരുടെ വിജയം പ്രതീക്ഷിച്ച് അങ്ങോട്ട് എത്തുന്ന കാണികൾ അവിടെ ഉണ്ടാകുമോ? എങ്ങനെയായിരിക്കും പാകിസ്ഥാന് ആ ഓഡിയൻസിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ? അവർക്കവിടെ ആളുകളുണ്ടോ ഷിൻസ്? പാകിസ്ഥാനും ആരാധക പിന്തുണയുണ്ട്. എന്നാൽ ഭൂരിഭാഗം ഇന്ത്യൻ ആരാധകരായിരിക്കും. എന്നാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഇഷ്ടമുള്ള ക്രിക്കറ്റ് പ്രേമികളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഇന്ത്യ മത്സരം കാണാൻ പോയപ്പോൾ തന്നെ അന്ന് കളി കാണാൻ തന്നെ പാകിസ്ഥാൻ ആരാധകരും എത്തിയിരുന്നു. എന്നാൽ ഭൂരിഭാഗം ഇന്ത്യൻ ആരാധകരായിരിക്കും. നമ്മൾ ത്രിവർണ്ണ പതാകയായിരിക്കും കൂടുതലായി പാറിപ്പാറുക. എന്നാലും പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ആരാധകരുമുണ്ട്. പിന്നെ യു എയിലുള്ള പ്രവാസികൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നടക്കം കാണികൾ, പാകിസ്ഥാനിൽ നിന്ന് കാണികൾ എത്തിയിട്ടുണ്ട്. ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിമാന ടിക്കറ്റ് നിരക്കിലും ഹോട്ടൽ ബുക്കിംഗിന്റെ നിരക്കിലും കാര്യമായ പൈസയുടെ കാര്യത്തിൽ കാര്യമായ വർധനയുണ്ടായിരുന്നു. അത് ക്രിക്കറ്റ് ദിവസങ്ങളോടനുബന്ധിച്ച്, ഈ മാച്ച് നടക്കുന്ന ദിവസത്തോടനുബന്ധിച്ച് ആരാധകർ ഇങ്ങോട്ട് എത്തിയതിനെ തുടർന്ന് ടിക്കറ്റ് ഫെയർ ആണെങ്കിലും ഹോട്ടൽ റൂം ബുക്കിംഗിലാണെങ്കിലും നിരക്കുകളിൽ ഗണ്യമായ വർധന വന്നിരുന്നു. അങ്ങനെ പാകിസ്ഥാനും അവരുടെ ക്രിക്കറ്റ് ടീമിനെ സ്നേഹിക്കുന്ന ആരാധകർ ഗാലറിയിലേക്ക് എത്തും. എന്നാൽ നമ്മുടെ അതായത് ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റ് ഒരു ജീവവായുവാണ്. അത് പ്രവാസികൾക്കാണ് പ്രത്യേകിച്ച് കൂടുതലാണ്. അപ്പം ഇന്ത്യക്കാരായിരിക്കും ഭൂരിഭാഗം ഉണ്ടാകുക. എന്നാൽ പാകിസ്ഥാനും ഗാലറിയുടെ പിന്തുണ ഉണ്ടാകും. അത് കളിക്കളത്തിൽ പ്രതിഫലിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത് ഇന്ത്യ ഒരു വിജയത്തിലേക്ക്, ഇത്രയും ആരാധകരുടെ മുന്നിൽ ഇന്ത്യ വിജയിക്കും എന്ന ഇന്ത്യ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നൊരു ആഗ്രഹം ഇന്ത്യക്ക് ഉണ്ടാകും. അത് ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് എനർജിയും കൂടെ ലഭിക്കും വിനോദ്. അതേപോലെ തന്നെ ഈ ക്രിക്കറ്റിന്റെ ആദ്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് വെച്ചാൽ, ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുന്ന 125 ദിർഹത്തിലായിരുന്നു. അത് ഏകദേശം ഇന്ത്യൻ രൂപ 3000 ഇന്ത്യൻ രൂപയായിരുന്നു. അത് ഇപ്പോൾ 1300 കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആവശ്യക്കാർ ടിക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അതായത് ഇന്ത്യൻ രൂപ 25,000 മുകളിലേക്കാണ്. അത് ഏറ്റവും കുറഞ്ഞ ഗാലറി ടിക്കറ്റിന് വില വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ മാച്ചിനെ ആൾക്കാർ എത്ര ആവേശത്തോടെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും തരത്തിൽ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ, എങ്ങനെ നിങ്ങൾ മീഡിയയിൽ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ആവേശകരമായ ഒരു മത്സരമായിരിക്കും ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുകയെന്ന് തീർച്ചയാണ്. വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് ഇന്ന് ദുബായിൽ നടക്കുന്നത്. ഷിൻസ് സെബാസ്റ്റ്യൻ ദുബായിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഏറെ പ്രതീക്ഷയോടെ. അതെ, അത് മാത്രമല്ല ഇന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഈ മൈതാനത്തേക്കാൾ ആവേശം ഗാലറിയിലായിരിക്കും എന്നുള്ള കാര്യം ഷിൻസ് അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. കൊല്ലം കുണ്ടറ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തി NIA. മധുര RPF വിഭാഗവും പ്രതികളെ ചോദ്യം ചെയ്തു. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കേസിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി ആരോപണം ഉയരുന്നുണ്ട്. മനോജ് ചേരുന്നു. മനോജ്, കൂടുതൽ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളിൽ നിന്ന് NIA മൊഴിയെടുത്തിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? രോഹിണി, കഴിഞ്ഞ ദിവസമാണ് ഈ സംശയത്തിന്റെ പേരിൽ 2 പേർ കസ്റ്റഡിയിലാവുന്നത്. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. രാത്രി തന്നെ NIAയും അതോടൊപ്പം തന്നെ റെയിൽവേയുടെ RPF വിഭാഗവും ഇവരെ ചോദ്യം ചെയ്തു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കുണ്ടറ ഭാഗത്ത് ആറുമുറിക്കടയിൽ ഈ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വച്ചതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ഈ ഒരു സംഭവം അന്വേഷണം നടന്നിരുന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു വീഴ്ചയുണ്ടായി. ആദ്യം എഴുകോൺ പോലീസ് എത്തി. ഈ പോസ്റ്റ് അവിടെ നിന്നും എടുത്തു മാറ്റി. അവിടെ നിന്നും പരിശോധനയൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വീണ്ടും ആവർത്തിച്ചത്. പിന്നീട് അത് പുറം ലോകം അറിയുന്നു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നത്. NIA ഇപ്പോൾ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇവരെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ അരുൺ അതോടൊപ്പം തന്നെ രാജേഷ് എന്ന് പറയുന്ന 2 പേരെയാണ് കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞത്. പിന്നീട് ഇവരെ പെരുമ്പുഴയിലെ തന്നെ ഒരു വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇവർ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഈ 2 പേരെയും NIA ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ RPFന്റെ മധുര വിഭാഗവുമാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും അതോടൊപ്പം മറ്റ് വിഭാഗങ്ങളും കാര്യമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അത് NIA ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അറിയാൻ സാധിക്കും. ഇനിയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. കാരണം പ്രതികളൊക്കെ തന്നെ ആദ്യം പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. എങ്കിലും ഇവരെന്തിനു വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് എന്നതിൽ പോലീസും കഴിഞ്ഞ ദിവസം അത് വ്യക്തമായി മറുപടി തരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ അട്ടിമറി സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. അതെ, കൊല്ലം കുണ്ടറയിലാണ്
റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ 2 പേര് പിടികൂടിയിരിക്കുന്നു. അവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി കൂടുതൽ ചോദ്യം ചെയ്യുന്ന അവരെ റിമാൻഡ് ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് മനോജ് നൽകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നഗരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു. മിസോറാം സ്വദേശി VL വാലന്റൈനാണ് മരിച്ചത്. സംഭവത്തിൽ രാജധാനി കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി T ലെംസങ് സ്വാലയെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, മിസോറാം സ്വദേശിയായ വിദ്യാർത്ഥിയാണ് കുത്തേറ്റു മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, VL വാലന്റൈൻ മിസോറാം സ്വദേശിയാണ്. അദ്ദേഹമാണ് കുത്തേറ്റ് മരിച്ചത്. ഇതിൽ മിസോറാം സ്വദേശി തന്നെയായ ലസംഗ് സ്വാലയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. കോളേജിന് പുറത്ത്, രാജധാനി കോളേജിന് പുറത്ത് താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ സംഘർഷത്തെ തുടർന്നാണ് ഈ വിദ്യാർത്ഥിക്ക് കുത്തേറ്റത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഈ സ്വാലങ്കരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. ഇരുവരും സുഹൃത്തുക്കളാണെന്നാണ് ഇപ്പോഴും അവിടുത്തെ പ്രാദേശിക അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു കൂടുതൽ വിവരങ്ങൾ ഇനി ഈ ചോദ്യം ചെയ്യൽ മാത്രമേ അറിയേണ്ടതുള്ളൂ. ഒരേ മുറിയിൽ തന്നെ, അതായത് കോളേജിന് പുറത്ത് തന്നെ ഇരുവരും കഴിഞ്ഞു വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാക്കിയത്, കത്തിക്കുത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. തുടർന്നാണ് പിന്നീട് പോലീസും സംഭവ സ്ഥലത്തെത്തുകയും ചെയ്തു. കത്തിക്കുത്തിനെ തുടർന്ന് ഈ വിദ്യാർത്ഥിയെ ആദ്യം പാരിപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, മരണപ്പെടുകയായിരുന്നു. ബാക്കി നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. രാജധാനി കോളേജിലെ BTech 4ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ കൊല്ലപ്പെട്ട വാലന്റൈൻ VL. സുഹൃത്തായ 3ാം വർഷ വിദ്യാർത്ഥിയും സുഹൃത്തുമായ മിസോറാം സ്വദേശി തന്നെയാണ് അദ്ദേഹവും. സുഹൃത്തായ ലസംഗ് സ്വാലയാണ് ഈ പരിക്കേൽപ്പിച്ചത്. മിസോറാം സ്വദേശിയാണ് മരിച്ച BTech വിദ്യാർത്ഥിയാണ്. ക്യാമ്പസിനുള്ളിൽ ഉണ്ടായ കത്തിക്കുത്തിലാണ് മരണപ്പെട്ടത് എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. മിസോറാം സ്വദേശിയായ ഒരു വിദ്യാർത്ഥി തന്നെയാണ് ഈ കേസിലെ പ്രധാന പ്രതി. വീണ്ടും വാർത്തകളിലേക്ക് വരുമ്പോൾ, ബ്രൂവറിയെ ചൊല്ലിയുള്ള CPM-CPI തർക്കം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി എന്ന ആക്ഷേപം ശക്തമാകുന്നു. കരട് മദ്യനയത്തിൽ എവിടെയും മദ്യശാലകളെ നിയന്ത്രിക്കാനോ മദ്യ ഉൽപ്പാദനം കുറയ്ക്കാനോ ഉള്ള വ്യവസ്ഥകളില്ല. വ്യാപകമായി ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും സർക്കാർ അനുമതി നൽകിയപ്പോഴും CPI മൗനം പാലിച്ചിരുന്നു. പിന്നെ എന്തിനാണ് ഇപ്പോഴത്തെ പ്രഹസനം എന്നതാണ് ഉയരുന്ന വിമർശനം. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമുക്കറിയാം പല പൊതു സമൂഹത്തിൽ ഉയരുന്ന വിവാദങ്ങൾക്കും CPM-നൊപ്പം നിൽക്കുന്നില്ല എന്ന പ്രതീതി CPI പലപ്പോഴും ജനിപ്പിക്കാറുണ്ട്. പക്ഷേ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കേണ്ടത്. ബ്രൂവറി വിഷയത്തിലടക്കം എതിർപ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ ഒരു നിലപാട് എടുക്കാനോ ഒരു പ്രമുഖ ഘടകകക്ഷി എന്നുള്ള രീതിയിൽ CPM-ന് ഒരു താക്കീത് നൽകാനോ CPI മുതിരുന്നതേ ഇല്ല എന്നുള്ളതല്ലേ വാസ്തവം? രോഹിണി, അങ്ങനെ തന്നെയും പറയാം. കാരണം ഈ CPIയുടെ നിലപാടുകൾ പലപ്പോഴും ഉപരിപ്ലവം മാത്രമായി പോകുന്നതാണ് കാഴ്ചകൾ കണ്ടുള്ളത്. കാരണം സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളോട് ചിലപ്പോഴൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അത് പിന്നീട് അങ്ങ് ഇല്ലാതായി പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രൂവറിയുടെ കാര്യം തന്നെ വരികയാണെങ്കിൽ, ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള CPI തർക്കം പോലും ഒരു തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇത്തരം നയങ്ങൾ, മദ്യനയം അടക്കമുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് ലഭിക്കാതെ ഈ മുന്നണികൾക്കൊന്നും മുന്നണിയിൽ അറിയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഘടകകക്ഷിയായിട്ടുള്ള, ഏറ്റവും പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ മന്ത്രിമാരറിയാതെ ഈ നയങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാത്തൊരു സാഹചര്യവുമുണ്ട്. അപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ നിലവിലിരിക്കുന്ന കരട് മദ്യനയവുമായി ബന്ധപ്പെട്ട് പോലും ഇതിന്റെ പ്രാഥമിക ചർച്ചകൾ നടക്കുമ്പോൾ പോലും എന്തൊക്കെയായിരിക്കും ഈ ബില്ലിൽ ഉണ്ടാകുക അല്ലെങ്കിൽ ഈ നയത്തിൽ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യത്തിൽ അത് CPIക്ക് ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അറിയിക്കാതെയോ അല്ലെങ്കിൽ നടക്കാതെ മുന്നോട്ട് പോകാത്ത സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കൂടുതൽ മദ്യമൊഴുക്കാനുള്ള നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് കൃത്യമായ അറിവ് ഉണ്ടായിരുന്ന പാർട്ടി തന്നെയാണ് CPI എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. ആ ഒരു സാഹചര്യത്തിലാണ് CPIയുടെയും CPM-ന്റെയും ഈ തർക്കമൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായി മാത്രമാണ് എന്നുള്ള വിമർശനം ഉയരുന്നത്. അതോടൊപ്പം ഈ നേരത്തെ 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് സംസ്ഥാനത്ത് ഏതാണ്ട് 807ഓളം ബാറുകൾക്കാണ് പുതിയ അനുമതി നൽകിയത്. ഈ ബിവറേജസ് കോർപ്പറേഷന്റെ അടക്കം വിവിധ മദ്യശാലകൾ വിവിധ ഇടങ്ങളിൽ ആരംഭിക്കുന്നു. പലയിടങ്ങളിലും നിരവധി പുതിയ മദ്യശാലകൾക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ സംസ്ഥാനത്ത് മദ്യത്തിന്റെ ഉപഭോഗം വ്യാപകമാക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ
CPI മൗനം പാലിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് CPI ഈ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോഴും ഈ പറയുന്ന ഈ ഒരു സമീപനം CPI സ്വീകരിച്ചിരുന്നു. മൗനം പാലിക്കുന്ന സമീപനമായി CPI നിന്നിരുന്നു. അപ്പോൾ അന്ന് മിണ്ടാത്ത CPI എന്തുകൊണ്ട് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യം ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ മാത്രമല്ല, CPIയുടെയൊക്കെ പ്രാദേശിക ഘടകങ്ങളിൽ പോലും ഇത് കൃത്യമായി വരുന്നുണ്ട്. CPMന്റെ വലിയേട്ടൻ മനോഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലും ഇത്തരം വിഷയങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. കാരണം നേരത്തെ CPIയുടെ സംസ്ഥാന കൗൺസിലിൽ വരെ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും CPMന് മുന്നിൽ അങ്ങ് ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പ്രാദേശിക ഘടകങ്ങൾക്കൊക്കെ വലിയ എതിർപ്പുള്ളപ്പോഴും CPIയുടെ നേതൃത്വത്തിന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്ന വിമർശനവും ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ തീരുമാനങ്ങളിൽ പലതും മുന്നണിയിൽ അല്ലെങ്കിൽ CPI അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി സർക്കാരുമായി ചിലപ്പോഴൊക്കെ ഒരു തിരുത്തൽ ശക്തിയാണ് തങ്ങൾ എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ചില സമയത്ത് നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഇടപെടൽ CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മദ്യശാലകൾക്ക് നൽകുന്ന ഇളവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ കള്ളുഷാപ്പുകൾക്കൊക്കെ ഇളവ് നൽകുന്നതൊക്കെ CPI വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. CPIയുടെ സംഘടനകൾക്കും ട്രേഡ് യൂണിയൻ സംഘടനകളടക്കം അല്ലെങ്കിൽ CPIയുടെ ഈ കളിച്ചത്ത് തൊഴിലാളി സംഘടനകളടക്കം ഷാപ്പ് ജീവനക്കാരടക്കമുള്ള സംഘടനകൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മദ്യഷാപ്പുകളുടെയൊക്കെ ദൂരപരിധി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ എക്കാലത്തും പ്രകടിപ്പിച്ചിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ ഉപഭോഗവും ഒക്കെ കൂടാനുള്ള എല്ലാ വഴികളിലേക്കും CPI CPMനൊപ്പം തന്നെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മദ്യനയത്തിന്റെ ഭാഗമായി നോക്കുമ്പോൾ നാളെ കൂടുതൽ മദ്യശാലകൾക്കും മദ്യനിർമ്മാണശാലകൾക്കും ഒക്കെ അനുമതി നൽകേണ്ട സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയിലാണ് CPI നിലകൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, വെളിയം ഭാർഗവനെ പോലുള്ള മുൻ നേതാക്കൾ ശക്തമായ ഭാഷയിൽ CPMന്റെ ഇത്തരത്തിലുള്ള തീരുമാനത്തിനെതിരെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ CPI ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ 2ാം ഘട്ട കരട് പട്ടിക പുറത്തിറക്കി സർക്കാർ. 81 കുടുംബങ്ങളാണ് കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ദുരിതബാധിതർ സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനിരിക്കെയാണ് കരട് പട്ടിക പുറത്തുവിട്ടത്. അതേസമയം ദുരിതബാധിതർ ഉരുൾപൊട്ടൽ സ്ഥലത്ത് ഇന്ന് കുടിൽ കെട്ടി പ്രതിഷേധം നടത്തും. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ 2ാം ഘട്ട കരട് പട്ടിക പുറത്തിറക്കുന്നു. 81 കുടുംബങ്ങൾ. പക്ഷേ അവിടെ ആളുകൾ പ്രതിഷേധത്തിലാണ്. കുടിൽ കെട്ടി സമരത്തിലേക്ക് അവർ നീങ്ങുന്നു. കൂടുതൽ വിവരങ്ങൾ. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സമരസമിതി പറഞ്ഞത്. തങ്ങൾക്ക് കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ തങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. നാളെ ഇത് സംബന്ധിച്ച് കളക്ടറേറ്റിൽ ഒരു സമരം നടത്തുന്നുണ്ട്, ഒരു സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ന് ഒരു കുടിലെട്ടി സമരവും കൂടി ഈ ചൂരന്മല ദേശത്ത് ഇവർ നടത്തുന്നത്. അതായത് ഇത്തരത്തിൽ ഇന്ന് ഈ കരട് പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. 81 കുടുംബങ്ങൾ ഈ കരട് പട്ടികയിലുണ്ട്. നേരത്തെ തന്നെ ഇവർക്ക് ആക്ഷേപം ഉണ്ടായിരുന്നു. അതായത് പൂർണ്ണമായും തകർന്ന വീടുകൾ മാത്രമാണ് ഇവർ പരിഗണിക്കുന്നത്. അവിടെയുള്ള ആളുകളെ മാത്രമാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നത്. പക്ഷേ ഗോ നോ സോണുകളുണ്ട്. അതായത് ഇതിനു മുൻപ് അതായത് 30 മീറ്റർ 50 മീറ്റർ അകലെ ഇത്തരത്തിൽ വീടുകൾ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ വീടുകളൊന്നും നശിച്ചു പോയിട്ടില്ല. പക്ഷേ ഈ വീടുകളിൽ താമസിക്കാൻ കഴിയില്ല, ആൾതാമസം കഴിയില്ല, ഒരിക്കലും അവിടെ കൃഷി ചെയ്യാനടക്കം കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കൂടി ഈ ടൗൺഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് പ്രകാരമാണ് ഇന്ന് ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ ഇപ്പോൾ ഒരു പുതിയ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് ഗോ നോ സോൺ പ്രദേശത്ത് ഉൾപ്പെടുന്ന പട്ടികയാണ്. ഇവിടെയുള്ള 81 കുടുംബങ്ങളെ കൂടി കരട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10ാം വാർഡിൽ ഉൾപ്പെടുന്ന 42 കുടുംബങ്ങളുണ്ട്. 11ാം വാർഡിൽ 29ഉം 12ാം വാർഡിൽ 10ഉം കുടുംബങ്ങളുണ്ട്. ഇത്തരത്തിൽ ഇത്രയും കുടുംബങ്ങളെ 81 കുടുംബങ്ങളെ കൂടി ഈ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട കരട് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരട് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഇത് ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ഇതിൽ അപേക്ഷ നൽകുവാനും വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വരാനുള്ള അവകാശമുണ്ട്. ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ 10 ദിവസത്തിനകം അറിയിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇത് പറയുന്നത്. അതായത് ഈ നോട്ടീസ് നൽകി അല്ലെങ്കിൽ ഈ ഒരു വിവരം പുറത്തുവിട്ട് 10 ദിവസത്തിനകം ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളതാണ് പ്രദേശവാസികളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത്, പക്ഷേ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 81 കുടുംബങ്ങൾ അതായത് ഇതിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവരാണോ എന്നുള്ളത് കൂടി കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ തന്നെ 1ാം ഘട്ട പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ അർഹരല്ലാത്ത
അല്ലാത്തവരടക്കം ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ, അത് തന്നെയാണ്. ഈ വയനാട് പുനരധിവാസത്തിന്റെ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് അനർഹരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നു, അർഹർക്ക് കിട്ടാതെ പോകുന്നു. അതുകൊണ്ടാണ് അവരിപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു PS അർജുൻ. വഖഫ് അധിനിവേശ വിരുദ്ധ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനൊരുങ്ങി മുനമ്പം സമരസമിതി. മാർച്ച് മാസം മുതൽ ദിവസങ്ങൾ നീളുന്ന വിവിധ സമര പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കടലിന്റെ മക്കൾ കടലിലേക്ക് എന്ന മുദ്രാവാക്യമുയർത്തി തീരദേശ ജനത മാർച്ച് 16 രാവിലെ കടലിൽ മുങ്ങി നിരാഹാരമിരിക്കും. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം ജനത കടുത്ത സമരത്തിലേക്ക് തന്നെയാണ് നീങ്ങാനായി ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി വിവിധ സമര പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മറ്റു വിവരങ്ങൾ? ടോണി, വഖഫ് അധിനിവേശ ശ്രമങ്ങളെ ചെറുക്കുന്നതിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് മാർച്ച് മാസത്തിൽ കൂടുതൽ ശക്തമായ സമര പരിപാടികൾക്ക് അവർ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് മാർച്ച് 16 കടലിൻ്റെ മക്കൾ കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കടലിൽ മുങ്ങി നിരാഹാരമിരിക്കുന്ന സമരം. അതോടൊപ്പം തന്നെ എറണാകുളം MP ഹൈബീഡൻ്റെ വീട്ടിലേക്കുള്ള മാർച്ചുണ്ട്. അതോടൊപ്പം തന്നെ പദയാത്രകൾ സംഘടിപ്പിക്കും. ഈ രീതിയിലെല്ലാം തന്നെ മുനമ്പം വിഷയം, ആ വഖഫ് അധിനിവേശ ശ്രമത്തെ ചെറുക്കാനുള്ള സമരം, പോരാട്ടം ശക്തമായി തന്നെ തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. നമുക്കറിയാം, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു, പല വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിനുശേഷം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചെങ്കിലും അതും ഫലവത്താകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലും ഇവർക്കൊപ്പം എന്നും നിന്നത് BJPയും ഹൈന്ദവ സംഘടനകളും മറ്റുമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇവർ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഈ വഖഫ് ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഉള്ള നിയമ ഭേദഗതി മാത്രമാവും ഫലം കാണുക എന്നത് തന്നെയാണ്. അതുതന്നെയാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതിന് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഇവരുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന ആവശ്യം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതും. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് അടുത്ത ഒരു റിപ്പോർട്ടോടുകൂടി നമുക്ക് പുത്തൻപുലരിയുടെ സമയം അവസാനിക്കുകയാണ്. അത് ഒരു നല്ലൊരു വാർത്തയോടുകൂടി പുത്തൻപുലരി നമുക്ക് അവസാനിപ്പിക്കാം. കുഞ്ഞു മനസ്സുകൾ ഒരേ മനസ്സോടെ ഒന്നിച്ചപ്പോൾ ഉയർന്നത് സഹപാഠിക്കൊരു വീട്. കോഴിക്കോട് കൊടിയത്തൂർ ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികളാണ് നാടിനൊന്നാകെ മാതൃകയായത്. 10 രൂപയുടെയും 20 രൂപയുടെയും കൂപ്പൺ വിറ്റാണ് വീടൊരുക്കാൻ കുട്ടികൾ പണം കണ്ടെത്തിയത്. സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിക്കുന്നത് പതിവാണ്. ഈ സമയത്താണ് ഒരു വിദ്യാർത്ഥിയുടെ വാസയോഗ്യമല്ലാത്ത വീട് ശ്രദ്ധയിൽപ്പെടുന്നതും PTA ഭാരവാഹികളോടും കുട്ടികളോടും ഇക്കാര്യം പങ്കുവയ്ക്കുന്നതും. വിദ്യാർത്ഥിയുടെ പേരോ ക്ലാസോ ഒന്നും അധ്യാപകരും PTA ഭാരവാഹികളും കുട്ടികളോട് പറഞ്ഞിരുന്നില്ല. സ്കൂളിലെ പാഠ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഗൃഹ സന്ദർശന പരിപാടി ഞങ്ങൾ സ്കൂളിൽ നടത്തുന്നൊരു വേറിട്ടൊരു പരിപാടിയാണ്. എല്ലാ കുട്ടികളുടെയും വീട് സന്ദർശിക്കുക. ആ വീട് സന്ദർശന വേളയിൽ ഞങ്ങൾക്കുണ്ടായ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. ഒരു വീട് വളരെ ദ്രവിച്ച അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാറായ ഒരു വീട് കണ്ടപ്പോൾ ഈ വീടിനെ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ നമുക്ക് സംരക്ഷിക്കണമെന്ന ഒരു മനസ്സിലെ ഉൾവിളിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വീടിനെ കുറിച്ചുള്ള സങ്കല്പം ഞങ്ങൾക്ക് ഉണ്ടായത്. അധ്യാപകരുടെയും നാട്ടുകാരുടെയും വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും അതുകൊണ്ട് തന്നെയാണ് 3 മാസം കൊണ്ട് തുക സമാഹരിക്കാനായത് എന്നും കുട്ടികൾ പറയുന്നു. സാറൊരു ദിവസം പറഞ്ഞ് ഞങ്ങളെ സ്കൂളിലെ കുട്ടിക്ക് വീടില്ല. അപ്പൊ ഞങ്ങളെ കഴിഞ്ഞ ഞങ്ങൾക്ക് സാർ ഒരു കൂപ്പൺ തന്നു. ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള അയൽവാസികളിൽ നിന്ന് ഞങ്ങളെ പീടികനൊക്കെ കൂപ്പൺ കണക്ട് ചെയ്ത് ഞങ്ങൾ ആ കുട്ടിക്ക് വീടുണ്ടാക്കാനുള്ള ചെറിയ തുക ആ കുട്ടിക്ക് കൊടുത്ത്. അപ്പൊ ആ കുട്ടിയുടെ വീട് പൂർത്തിയാകാനായിട്ടുണ്ട്. അത് കണ്ടപ്പോ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ കാരണം ആ കുട്ടിക്ക് കുറച്ച് വീട് ആയപ്പോ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അധ്യാപകർ കാണിച്ച സഹപാഠിയുടെ വീട് കണ്ടാണ് കുട്ടികൾ കൂപ്പണുമായി വീടുകൾ കയറിയിറങ്ങിയത്. വീടൊരുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷത്തിലാണ് കുട്ടികൾ. ഏത് ക്ലാസ് എന്താ കുട്ടീന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഇതുവരെ അറിയില്ല. കുട്ടീന്റെ വീഡിയോ, ആ ഒരു വീടിന്റെ വീഡിയോ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഞങ്ങൾ ആ വീട് ഉണ്ടാക്കി കൊടുത്തതാണ്. ഞങ്ങൾക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. 7 ലക്ഷത്തോളം രൂപ ചെലവിലാണ് 2 ബെഡ്റൂമും അടുക്കള, ഡൈനിങ് ഹാൾ തുടങ്ങിയ സൗകര്യത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനവും സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് നടന്നത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രധാനാധ്യാപകന് താക്കോൽ കൈമാറിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ആരെന്നോ വീട് എവിടെയാണെന്നോ അറിയാതെയാണ് എല്ലാ വിദ്യാർത്ഥികളും സന്തോഷത്തോടെ ചടങ്ങിൽ പങ്കെടുത്തത്. ജനം, കോഴിക്കോട്.